ആദ്യമായിട്ട് 27 നക്ഷത്രങ്ങളിൽപ്പെട്ട അശ്വതി നക്ഷത്രം 2026 വിഷു വർഷം എങ്ങനെയാണ് വിഷുബലം അനുസരിച്ച് അശ്വതി നക്ഷത്രക്കാർക്ക് എന്ന് നോക്കാം. ശനി ഇവർക്ക് 12-ലാണ്, അതായത് 7.5 ശനിയുടെ കാലഘട്ടമാണ്. ശനി 12-ലും വ്യാഴം ഇവർക്ക് ഇപ്പോൾ ദോഷപ്രദമായിട്ടിരിക്കുന്ന കാലമാണ്. 2026 ജൂണോടുകൂടി വ്യാഴത്തിന് മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്നാലും ശനി 7.5 ശനിയാണെങ്കിലും ഇവർക്ക് വിവാഹം, തൊഴിൽ, വിദേശയാത്ര ഇങ്ങനെ പല കാര്യങ്ങളും അത്യാവശ്യം നടക്കുന്നതാണ്. അതിനു വേണ്ട ഏതെങ്കിലും പരിഹാരങ്ങളോ എന്തെങ്കിലും കർമ്മങ്ങളോ ഒക്കെ ചെയ്ത് നല്ല കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് ഈ 2026 എന്ന് പറയുന്നത്. ഏതാണ്ട് ജൂൺ വരെ സഞ്ചരിക്കുന്ന വ്യാഴത്തിന്റെ ഗോചരവും ശനിയുടെ ഇപ്പോഴത്തെ ഗോചരവും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ഒരു ടേണിംഗ് പോയിന്റ് നിങ്ങളുടെ ലൈഫിൽ, കരിയറിൽ ഈ 2026 വിഷുബലം അനുസരിച്ച് ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നതാണ്. വലിയൊരു മാറ്റം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. 2026 വ്യാഴത്തിന്റെ ഗോചരം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിത രീതി, ജീവിത നിലവാരം തന്നെ ഉയർത്തുന്ന രീതിയിൽ പല കാര്യങ്ങളും കൊണ്ടുവരാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. വർഷത്തിന്റെ പകുതിയിൽ, അതായത് വിഷുവർഷത്തിന്റെ പകുതിയിൽ കരിയറിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകുന്ന പല സംഭവങ്ങളും നടക്കാനായിട്ട് വരുന്നുണ്ട്. പ്രൊമോഷൻസ്, തൊഴിലിലുള്ള ആളുകൾക്ക് പ്രൊമോഷൻസും അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റവും ഒക്കെ സംഭവിക്കുന്നുണ്ട്. പുതിയ അവസരങ്ങളൊക്കെ അനുഭവയോഗ്യമാകുന്ന ഒരു വർഷമാണ് ഈ 2026 വിഷു വർഷം അശ്വതി നക്ഷത്രത്തിന്. നിങ്ങളുടെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട്, അതായത് വരാൻ പോകുന്ന വർഷത്തെയും അതുപോലെ തന്നെ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് പുതിയ പ്രോജക്റ്റുകളോ പുതിയ സംരംഭങ്ങളോ നൂതന സംരംഭങ്ങളോ ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ളൊരു യോഗമൊക്കെ വന്നു ചേരുന്നുണ്ട്. ഇതുവരെ എന്തെങ്കിലുമൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് സാധിക്കാതെ ഇങ്ങനെ ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള ഒരു യോഗം ഈ വിഷു വർഷത്തിൽ കാണുന്നുണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക്. പൊതുവെ ഫിനാൻഷ്യലി എല്ലാ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ്. കാരണം ഇതുവരെ നിങ്ങൾ എന്തൊക്കെ വർക്ക് ചെയ്താൽ എന്തൊക്കെ ചെയ്താൽ അതിലൊന്നും ബിസിനസ്സിലൊന്നും വലിയ സാമ്പത്തിക വരുമാനമൊന്നുമില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിലും നല്ലൊരു സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു വർഷമാണ്. കുടുംബത്തിലെ ചെലവുകളൊക്കെ ധാരാളമായിട്ട് വർദ്ധിക്കുന്നു. യാത്രാ ചെലവുകൾ, സന്താനങ്ങളുടെ പഠനങ്ങൾ, അതുപോലെ മംഗളകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പണം ചെലവഴിച്ചിട്ട് ധാരാളം പണം ചെലവുകൾ ഒരുപാട് വർദ്ധിക്കുന്ന കാലഘട്ടമാണ്. എങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ വർഷാവസാനത്തോടു കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു സാമ്പത്തിക ബാധ്യതയൊക്കെ വന്നുവിടാം. പണം വരുന്നതനുസരിച്ച് ധാരാളം ചെലവുകൾ കൂടും, അതനുസരിച്ചൊരു സാമ്പത്തിക വ്യയം വന്നു ചേരും. വർഷാവസാനം അതൊരു ബാധ്യതയായിട്ടൊക്കെ മാറാം. അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് പോകുന്നത് നന്നായിരിക്കും ഈ ഒരു വിഷു വർഷത്തിൽ. അതുപോലെ തന്നെ നിലവിലുള്ള പങ്കാളിത്ത ബിസിനസ്, കൂട്ടുകച്ചവടം, പുതിയ കോൺട്രാക്റ്റുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു വിജയത്തിലേക്ക് എത്തിക്കാനൊക്കെ ആയിട്ട് കഴിയും. കാര്യം 7.5 ശനിയൊക്കെ ആണെങ്കിൽ പോലും വിഷുവിന്റെ ഒരു ഗുണം കൊണ്ട് നിങ്ങൾക്ക് കുറേയേറെ നേട്ടങ്ങളൊക്കെ ഈ ഒരു വർഷത്തിൽ നേടിയെടുക്കാനൊക്കെ ആയിട്ട് കഴിയും. എങ്കിലും ഈശ്വരാരാധനയും അതുപോലെ തന്നെ ശനീശ്വര പ്രാർത്ഥനകളും മഹാദേവന് കൂവളമാലയോ നെയ്വിളക്കോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്ര ദർശനം, അതുപോലെ വ്രത ഉപാസനകളും ഒക്കെ ചെയ്യുന്നത് മൂലം കുറേയേറെ പ്രശ്നങ്ങൾക്ക്, ഒരു 15% ഒക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു 2026 വിഷു എന്ന് പറയുന്നത്. കുടുംബാംഗങ്ങളുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ചില വഴക്കുകൾ, കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ചില അകൽച്ചകളൊക്കെ ഉണ്ടായിരുന്നവർക്ക് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിന് ധാരാളം സന്തോഷവും സമാധാനവും ഒക്കെ കൈവരിക്കാൻ കഴിയുന്നതാണ്. പുതിയ വീടോ വാഹനമോ വസ്തുവോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള മുന്നോടിയായിട്ട്, ഇപ്പോൾ വീടൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള മുന്നോടിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനൊക്കെ ആയിട്ട് ബാങ്ക് ലോണുകളൊക്കെ ആശ്രയിക്കാനോ അതിനുള്ള പേപ്പറുകളൊക്കെ നീക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടും പരിശ്രമം കൊണ്ടും ഒക്കെ നിങ്ങളുടെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഒരു പദ്ധതിയൊക്കെ പൂർത്തീകരിക്കാനായിട്ട് കഴിയുന്ന ഒരു വർഷമാണ് ഈ 2026 എന്ന് പറയുന്നത്. ആരോഗ്യ കാര്യങ്ങളിൽ നല്ല ഒരു ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. വലിയ സർജറി പോലെയുള്ള ഏതെങ്കിലും അസുഖങ്ങൾക്ക് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർജറിയൊക്കെ ഈ വർഷം തന്നെ നടത്തുന്നത് നന്നായിരിക്കും. ആശുപത്രിവാസമൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ്. എങ്കിലും പൊതുവിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷഫലങ്ങൾ ഉണ്ടെങ്കിൽ, ദോഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്, മനസമാധാനക്കുറവോ അല്ലെങ്കിൽ സാമ്പത്തിക കാര്യത്തിലോ ബിസിനസ് കാര്യത്തിലോ സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ കുറവുകളുണ്ടെങ്കിൽ പ്രാർത്ഥനകളും ഈശ്വരാധീനവും വർദ്ധിപ്പിക്കുന്നത് മൂലം അതുമെല്ലാം ഒഴിഞ്ഞു മാറി കിട്ടി ഉത്തമമായിട്ടുള്ളൊരു വിഷുവർഷം തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർക്ക്. ഭരണി നക്ഷത്രക്കാർക്ക് 2026 ഈ വിഷു എന്ന് പറയുന്നത് പൊതുവില് നക്ഷത്രക്കാർക്ക്
അവര് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനായിട്ട് ശനി അവർക്ക് ദോഷപ്രദനായിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. ഈശ്വരാരാധനകളൊക്കെ നല്ലതുപോലെ ചെയ്യുകയും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യുന്നവർക്ക് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഏതാണ്ട് ഒരു പരിധി വരെ ചെയ്തു തീർക്കാനായിട്ട് ഈ വർഷം സാധ്യമാകുന്നതാണ്. കർമ്മരംഗത്ത്, തൊഴിൽ രംഗത്തും ഒക്കെ പുതിയ ഉണർവും പുത്തൻ ഉണർവും അതുപോലെ തന്നെ ഉയർച്ചയൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ്. സർക്കാർ ഭരണാധികാരികളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. സർക്കാരിനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾ കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ടെങ്കിൽ അതുമൊക്കെ നിങ്ങൾക്ക് നടക്കുന്ന ഒരു വർഷം തന്നെയാണ്. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട്, മധ്യപ്രായത്തിൽ ചെന്നവർക്ക് ആരോഗ്യ കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതുമൊക്കെ മാറി അല്പം ഒരു ആശ്വാസം, ഒരു രോഗത്തിനൊക്കെ ഒരു ശമനമൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ്. പ്രത്യേകിച്ച് ജ്വരാതി രോഗങ്ങൾ പിടിപെടാനോ അങ്ങനെയുള്ള അസുഖങ്ങൾ, വീഴ്ച, പതനം ഇതൊക്കെ സംഭവിക്കാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് പൊതുവെ നിങ്ങളൊന്ന് ശ്രദ്ധ പതിപ്പിക്കുന്നതും എല്ലാ കാര്യത്തിലും ഒന്ന് വിജിലന്റ് ആയിരിക്കുന്നതും, ഒരു യാത്ര പുറപ്പെടുന്ന സമയത്ത് ഈശ്വരാധീനവും ദൈവാധീനവും മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് യാത്ര തുടരുന്നതും ഒക്കെ വളരെ നല്ലതായിരിക്കും. അൾസർ പോലെയുള്ള രോഗങ്ങളൊക്കെ, ഉദര രോഗങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകാം. അതുണ്ടാകാതിരിക്കാനായിട്ട് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുന്നതും ഒക്കെ നന്നായിരിക്കും. ഈ ഒരു വിഷു വർഷക്കാലത്തിൽ അവിചാരിതമായിട്ട് ചില മേഖലകളിൽ നിന്ന് ആദായമൊക്കെ വന്നു ചേരുന്നതാണ്. പൊതുവെ പങ്കാളികളുമായിട്ട് അവരവരുടേതല്ലാത്ത കാര്യങ്ങളുമായിട്ട് ചില വാക്കുതർക്കങ്ങളും ഒക്കെ ബന്ധപ്പെട്ട് ഉണ്ടാകാം. വസ്തുവിൽ നിന്ന് നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന്, ഇപ്പോൾ ഭാര്യയാണെങ്കിൽ ഭർത്താവിൽ നിന്ന്, ഭർത്താവാണെങ്കിൽ ഭാര്യയിൽ നിന്നൊക്കെ അവരുടെ വസ്തുവിൽ നിന്നൊക്കെ ആദായം പ്രതീക്ഷിക്കാം. വസ്തു ക്രയവിക്രയം ചെയ്ത് അതിൽ നിന്ന് ആദായമൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ബന്ധുക്കളിൽ നിന്ന് സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുന്നത് കൊണ്ട് തന്നെ വർഷമധ്യത്തോടു കൂടി നിങ്ങൾക്ക് കൂടുതലായിട്ട് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധ്യമാകുന്നതാണ്. മനസ്സുഖം, കുടുംബത്തിലെ അസ്വസ്ഥതകളെ, കലഹങ്ങളൊക്കെ മാറി മനസ്സുഖം കൈവരിക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടു കൂടി പുതിയ തൊഴിലുകളിലൊക്കെ ഏർപ്പെടാൻ കഴിയുന്നതാണ്. ഗുരുജനങ്ങളായിട്ടുള്ള ആളുകളിൽ നിന്ന്, അതായത് നമ്മുടെ ഗുരുജനങ്ങളായിട്ടുള്ള മാതാപിതാക്കന്മാരിൽ നിന്നുമൊക്കെ അംഗീകാരവും സന്തോഷവും സ്നേഹവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു വർഷത്തിൽ. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് അലസത, മടി ഇവയൊക്കെ വന്നു ഭവിക്കാം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ സരസ്വതി മന്ത്രവും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനവും ഒക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നത്, മാതാപിതാക്കൾ അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതൊക്കെ നന്നായിരിക്കും. അവരുടെ പഠനമൊക്കെ ഒന്ന് ഉയർച്ചയിലേക്ക് എത്താനായിട്ട്. പരിഹാരമായിട്ട് കുടുംബ പരദേവതയ്ക്ക് യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നതും, കുടുംബ പരദേവതയെ വർഷത്തിലൊരിക്കലെങ്കിലും അല്ലെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും ദർശിക്കുന്നതും, നിങ്ങളുടെ പിറന്നാളുകളിൽ മഹാദേവന് ധാര നടത്തുന്നതും ഈ ഒരു ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് ഉത്തമമാണ്. കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ 14 വരുന്ന വിഷുബലം അനുസരിച്ച്, ഈ 2026 വിഷുബലം അനുസരിച്ച് കാർത്തിക നക്ഷത്രക്കാർക്ക് അവരുടെ ഇപ്പോഴത്തെ കരിയറിൽ ഒരു ഗ്രോത്ത്, ഇപ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, പല വെല്ലുവിളികളും അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഒരു പരിധിവരെ മാറി അവർക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ്. സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ അവർക്ക് പലതും തുറന്നു വരികയും അതിൽ നിന്ന് അവരുടെ ആദായങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ്. അവർക്ക് തന്നെ ഫേവറബിൾ ആയിട്ടുള്ള, അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഫേവറബിൾ ആയിട്ട് മാറുന്ന ഒരു വർഷമാണ് ഈ 2026 വിഷു വർഷം എന്ന് പറയുന്നത്. വസ്തുവോ വീടോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. കഠിന അധ്വാനവും പരിശ്രമവും മൂലം വിജയത്തിലെത്താൻ കഴിയുന്ന വർഷമാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് പഠനത്തിൽ ഉയർച്ച, ഉന്നത പഠനം ആഗ്രഹിച്ച് വിദേശത്തൊക്കെ പോയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിജയം കൈവരിക്കാൻ കഴിയുന്ന ഒരു വർഷമാണ്. കുടുംബ ബന്ധങ്ങൾ ശക്തമാകുകയും ആരോഗ്യം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഈ വിഷു വർഷത്തിന്റെ അവസാനത്തോടു കൂടി സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു തലത്തിലേക്ക് ഉയരുന്നതാണ്. ഗ്രഹോപകരണങ്ങളോ അതുപോലെ തന്നെ വീട്ടിലേക്ക് വേണ്ട വസ്തുക്കളോ വസ്ത്രാഭരണങ്ങളോ ഒക്കെ വാങ്ങാനൊക്കെ യോഗം കാണുന്നുണ്ട്. നല്ല പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വിഷു കൊണ്ടുതരുന്നതാണ്. നല്ല ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഉടലെടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ സൗഹൃദ ബന്ധത്തോടു കൂടി, സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി ചെയ്തു തീർക്കാനൊക്കെ ആയിട്ട് കഴിയുന്നതാണ്. യുവജനങ്ങളായിട്ടുള്ള, വിവാഹം നടക്കാത്ത യുവജനങ്ങളായിട്ടുള്ള ആളുകളുടെ ഗോചരവശാല് വിവാഹം നടക്കാനായിട്ട് സാധ്യതകൾ കാണുന്നുണ്ട്. തുലാം വൃശ്ചിക മാസത്തോടുകൂടി നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ മാറി പുതിയൊരു തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് നിങ്ങൾ പ്രാപ്തരാകുന്നതാണ്. ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരുന്നതും അതുകൊണ്ട് തന്നെ യാത്രാ ചിലവുകൾ വർദ്ധിക്കുന്നു. യാത്രാ ക്ലേശങ്ങളൊക്കെ ധാരാളം ഉണ്ടാകാം. ചില യാത്രകളൊക്കെ പോയി കഴിഞ്ഞാൽ വിചാരിച്ച കാര്യം നടക്കാത്തത് കൊണ്ട് യാത്രാക്ലേശം കൂടുതലായിട്ട് വന്നു ഭവിക്കുന്ന ഒരു വർഷമാണ്. വാദപ്രതിവാദങ്ങളിലും ചില വിമർശനങ്ങളിലും ഒക്കെ നിങ്ങൾ ഏർപ്പെടേണ്ടതായിട്ട് വരുന്നുണ്ട്. പൊതുവിലെ ചിലവുകൾ ധാരാളമായിട്ട്
അധികരിക്കുന്നത് കൊണ്ട് തന്നെ സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തിക കാര്യത്തിൽ നല്ലതുപോലെ വിജിലൻ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ഒരു വർഷം കാർത്തിക നക്ഷത്രക്കാർക്ക് നല്ല നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയായിരിക്കും. കഠിനാധ്വാനവും പരിശ്രമവും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് 2026 വിഷുവർഷം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ 2026 വിഷു എന്ന് പറയുന്നത് ഗുണാധിക്യം പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങളുടെ ശനി വളരെ നല്ല രീതിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ 2026 എന്ന് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അനുസരിച്ച് കരിയറിൽ ഒരു ഗ്രോത്തും അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിരതയൊക്കെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ കൈവരിക്കാനായിട്ട് കഴിയുന്നതാണ്. വർഷ മധ്യത്തോടുകൂടി കുടുംബത്തിൽ അകാരണമായിട്ടുള്ള കലഹവും അതുപോലെ തന്നെ ദ്രവ്യനാശവും ഒക്കെ വന്നു ഭവിക്കാം. സന്താനങ്ങൾക്ക് പലതരത്തിലുള്ള അരിഷ്ടതയും രോഗാതിപദ്രവങ്ങളും ഒക്കെ നിങ്ങൾക്ക് യോഗ്യമായി കാണുന്നുണ്ട്. ദീർഘദൂര യാത്രകളും യാത്രാക്ലേശവും ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ധാരാളം ധന ചിലവുകൾ ദ്രവ്യമൊക്കെ ധാരാളം ചിലവാക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പുതിയ അവസരങ്ങൾ പലതും നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു വർഷമാണ് ഈ പറയുന്ന വിഷുവർഷം. പ്രണയകർത്താക്കളായിട്ടുള്ളവർക്ക് പ്രേമം വിവാഹത്തിലെത്തിക്കുന്നതാണ്. മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി നിങ്ങളുടെ പ്രേമം പൂത്തുലഞ്ഞ് വിവാഹത്തിലേക്കൊക്കെ എത്തിക്കാൻ സാധിക്കുന്നതാണ്. പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ കൂടുതൽ സ്നേഹത്തോടു കൂടി പെരുമാറുന്നത് കൊണ്ട് കുടുംബത്തിൽ തീർച്ചയായിട്ടും സമാധാനവും സന്തോഷവും കൈവരുന്നതാണ്. പൊട്ടൻഷ്യൽ ആയിട്ടുള്ള നല്ല ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ട് ധാരാളം യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. ആരോഗ്യ കാര്യത്തിൽ പുതിയ തരത്തിലുള്ള നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ ജീവിതശൈലി രോഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നല്ല രീതിയിലുള്ള ഒരു ചികിത്സയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നല്ല മാറ്റങ്ങൾ ഈ വർഷം അനുഭവയോഗ്യമാകും. കാരണം ഇതുവരെ തീരെ വയ്യാതെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിരുന്നവർ ജീവിതശൈലി രോഗത്തിൽ നിന്ന് മുക്തിയായിട്ട് ഇപ്പോൾ ട്രീറ്റ്മെന്റിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് പൊതുവെ ഒരു ശാന്തതയും സമാധാനവും കൈവരിക്കാൻ പറ്റുന്ന കാലമാണ് ഈ ഒരു വർഷം തന്നെ. വർഷാവസാനത്തോടുകൂടി പുതിയ ബന്ധങ്ങളും സൗഹൃദങ്ങളൊക്കെ ഉടലെടുക്കുകയും അതിലൂടെ നിങ്ങൾക്ക് പുതിയ തലങ്ങൾ കണ്ടുപിടിച്ച് പുതിയ ആദായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. പണസമ്പാദനത്തിലും അതുപോലെ തന്നെ കടം വീട്ടുന്നതിലുമൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നല്ലതായിരിക്കും. കിട്ടുന്ന പണം കൊണ്ട് കുറേശ്ശെയായിട്ട് നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പുതിയ തരത്തിലുള്ള ബിസിനസ്സുകളൊക്കെ ആരംഭിക്കുകയും അതിലേക്ക് ധാരാളം പണം ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് തീരുമാനമാക്കി എടുത്തിട്ട് ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. കൂടുതൽ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുക. പ്രത്യേകിച്ച് പണം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലൊക്കെ ശ്രദ്ധ പതിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. നേരത്തെ തുടങ്ങി വെച്ചിട്ടുള്ള നിക്ഷേപങ്ങളോ ഊഹാപോഹ കച്ചവടങ്ങളിലൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലോ സംരംഭങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്നതാണ്. ചെലവുകളൊക്കെ ധാരാളമായിട്ട് അധികരിക്കുന്ന ഒരു വർഷമാണ്. സാമ്പത്തിക ബാധ്യത വരാതിരിക്കാനായിട്ട് നിങ്ങളുടെ തന്നെ ശ്രദ്ധ നല്ലതുപോലെ പതിയുന്നത് നന്നായിരിക്കും. സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നതിനാൽ നിങ്ങൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ അവരവർ തന്നെ ഏറ്റെടുത്ത് നടത്തുന്നത് നന്നായിരിക്കും. ദോഷാധിക്യം കൂടിയിരിക്കുകയും ഗുണാധിക്യം കുറഞ്ഞിരിക്കുകയും ചെയ്യുന്ന ഒരു വർഷമല്ല, മറിച്ച് നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും കുറച്ചൊക്കെ ദോഷങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ദോഷങ്ങൾ മാറുന്നതിനായിട്ട് ശനി നിങ്ങൾക്ക് അനുകൂലപ്രദനാണ്. അതുകൊണ്ട് തന്നെ ഈ 2026 വിഷുവർഷം നിങ്ങൾക്ക് അനുകൂലപ്രദമാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹനുമാന് വെറ്റിലമാല, കുങ്കുമാർച്ചന, അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം വ്രതം ഒക്കെ എടുക്കുന്നതും വ്രതോപാസനകളോ ഒക്കെ എടുക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ഗൃഹത്തിലെ വീട്ടമ്മമാരായിട്ടുള്ള അമ്മമാര് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വീട്ടിൽ മഹാലക്ഷ്മി പൂജകളൊക്കെ പഠിച്ച് തനിയെ മഹാലക്ഷ്മി പൂജയൊക്കെ ചെയ്യുന്നത് സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാകുന്നതിനും കുടുംബത്തിൽ പൊതുവെ ഐശ്വര്യം വന്ന് കളിയാടുന്നതിനും ഉത്തമമായിരിക്കും. മകയിരം നക്ഷത്രം 2026 ഈ വിഷു വർഷം അനുസരിച്ച് സാമ്പത്തികമായിട്ടും സൗഭാഗ്യവും അതുപോലെ തന്നെ ഐശ്വര്യവും ഒക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ്. ചെറിയ തോതിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം ഉണ്ടാകുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകളും പല പ്രശ്നങ്ങളും തൊഴിൽ രംഗത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും വിദേശികളായിട്ടുള്ള ആളുകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങളും പല പ്രവാസികൾക്കുണ്ടായിരുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികളും ഒക്കെ ഈ വർഷം നിങ്ങൾക്ക് മാറ്റി വയ്ക്കാനായിട്ട് സാധിക്കും. ഒരു തരത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി കുറച്ചേറെ ആശ്വാസം കിട്ടുന്ന ഒരു വർഷമാണ് ഈ പറയുന്ന മകേര നക്ഷത്രക്കാർക്ക്. ബിസിനസ്സുകാർക്കാണെങ്കിലും തൊഴിൽ രംഗത്തൊക്കെ ആണെങ്കിലും വലിയൊരു പുരോഗതി വന്നു ഭവിക്കുന്നതാണ്. വിദേശയാത്ര ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്നവർക്ക് ഈ വർഷം അതിനുള്ള യോഗം വന്നു ചേരുന്നുണ്ട്. പഴയ സാമ്പത്തിക നേരത്തെ ഉണ്ടായിരുന്ന 2025 24 ഒക്കെ ഉണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതകളൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തീർക്കാനായിട്ട് വഴികളൊക്കെ തെളിഞ്ഞു വരുന്നതാണ്. കരിയറുമായിട്ട് ബന്ധപ്പെട്ട് പല പുതിയ അവസരങ്ങളും നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടുന്നതാണ്. അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താനായിട്ട് പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എനിക്കൊരു കാര്യം നടക്കുന്നില്ല എന്ന് ചിന്തിച്ച് ഇരിക്കാതെ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്ന വഴികൾ തുറന്നു
കിട്ടാനായിട്ട് പരമാവധി കഠിനാധ്വാനവും പരിശ്രമവും ചെയ്യുന്നത് നിങ്ങൾക്ക് ആദായം കൊണ്ടുതരുന്നതിന് നല്ലതായിരിക്കും. ആരോഗ്യകരത്തിലാണെങ്കിലും അനുകൂലമായൊരു മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പഠനവുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐക്യവും, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യവും നിലനിൽക്കുന്ന കാലം തന്നെയാണ്. ഉദ്യോഗം ആഗ്രഹിക്കുന്നവർക്ക് ഉദ്യോഗലബ്ധി, ധനലാഭം, സജ്ജന ബഹുമതി ഇവയൊക്കെ കൈവരിക്കുന്നതാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് തന്നെ സജ്ജനങ്ങളുടെ ബഹുമാനവും അംഗീകാരവും ഒക്കെ കിട്ടാനുള്ളൊരു വർഷം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ വർഷ മധ്യത്തോടുകൂടി 2026 വിഷു വർഷത്തിന്റെ മധ്യത്തോടുകൂടി അനാവശ്യ ചെലവുകളോ രോഗാതിപദ്രവങ്ങളോ ഇവയൊക്കെ നിങ്ങളെ വല്ലാതെ അലട്ടുന്നതാണ്. കാര്യതടസ്സമായിട്ട് വരുന്ന ചില കാര്യങ്ങളെയൊക്കെ നിങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ട് മാറ്റിവെക്കാനും അതുമൂലം നിങ്ങൾക്ക് അതിനെ മറികടക്കാനും ഒക്കെ കഴിയുന്നതാണ് വർഷാവസാനം. പരിഹാരമായിട്ട് വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, അതുപോലെ തന്നെ തുളസിമാല അർപ്പിക്കുന്നതും മാസത്തിലൊരിക്കലെങ്കിലും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവതിയെ ഭജിക്കുന്നതും ഒക്കെ, ഏറ്റവും അടുത്ത വീടിനടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതിയെ ദർശിക്കുന്നതും ഒക്കെ കൂടുതലായിട്ട് ഗുണങ്ങൾക്ക് ഉത്തമമാണ്. തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രക്കാർക്ക് 2026 ഈ വിഷു വർഷമനുസരിച്ച് കരിയറിലും സാമ്പത്തിക രംഗത്തും ഒക്കെ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന കാലമാണ്. പ്രത്യേകിച്ച് ചില മാറ്റങ്ങൾ ഇവർക്ക് സന്തോഷപ്രദമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ശനിദോഷമാണെങ്കിലും വ്യാഴത്തിന്റെ അനുകൂലമായിട്ടുള്ള സ്ഥാനം ഇവർക്ക് ഗുണം ചെയ്യുന്നതാണ്. ജാതകത്തിൽ നിങ്ങളുടെ ഹൊറോസ്കോപ്പ് അനുസരിച്ചിട്ട് ജാതകത്തിലെ വ്യാഴത്തിന്റെ നിലനിൽപ്പും വ്യാഴത്തിന്റെ പൊസിഷനും ജൂപ്പിറ്ററിന്റെ ഇത് മാറ്റവും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്കത് അനുകൂലപ്രദമാണെങ്കിൽ കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. കരിയറുമായിട്ട് ബന്ധപ്പെട്ട പുരോഗതി പ്രതീക്ഷിക്കാം. പുതിയ പ്രോജക്റ്റുകളൊക്കെ ഒപ്പുവയ്ക്കാനോ പുതിയ കോൺട്രാക്റ്റുകളൊക്കെ ഒപ്പുവയ്ക്കാനൊക്കെ പറ്റുന്നൊരു കാലം തന്നെയാണ്. ഉദ്യോഗലബ്ധിയോ ആഗ്രഹിക്കുന്നവർക്ക് ജോലി പുതിയത് കിട്ടാം. സ്ഥാനക്കയറ്റമോ സ്ഥാനമാറ്റമോ ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരാം. ഏതെങ്കിലും തരത്തിലുള്ള പ്രൊമോഷനൊക്കെ ഇതുവരെ കിട്ടാതിരുന്നവർക്ക്, തടഞ്ഞു വെച്ചിരുന്നവർക്ക് പ്രൊമോഷൻസിനൊക്കെ അവസരങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. വിദേശത്ത് പോകാനോ വിദേശ ജോലി ആഗ്രഹിക്കുന്നവരോ വിദേശത്ത് ജോലി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്നവർക്കും ഒക്കെ ഇപ്പോൾ വിദേശത്ത് പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കാനൊക്കെ സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ബിസിനസ്സുകളൊക്കെ നല്ല ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ പുരോഗതിയൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ്. ഇതുവരെ സാമ്പത്തിക കാര്യം വളരെ മോശമായിരുന്നവർക്ക് നല്ലൊരു രീതിയിൽ തന്നെ സാമ്പത്തിക രംഗമൊക്കെ ഉഷാറായിട്ട് വരുന്നതാണ്. പുനരാരംഭിക്കാനുള്ള പല കാര്യങ്ങളും നിങ്ങൾ തുടങ്ങി വയ്ക്കും. നേരത്തെ തുടങ്ങിയിട്ട് തടസ്സം നിന്നതും ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ പുനരാരംഭിക്കാനായിട്ട് അവസരം ഉണ്ടാകുന്നതാണ്. നിങ്ങൾ നേരത്തെ കടം കൊടുത്തിരുന്ന പണം തിരികെ ലഭിക്കാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് കിട്ടുന്നതാണ്. നിങ്ങളിപ്പോൾ അത് വാങ്ങിക്കാനോ അല്ലെങ്കിൽ അവർ തരാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പം അതുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കിയാൽ കിട്ടാനുള്ള പണത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും വലിയ തുകകളൊക്കെ എവിടെന്നെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് ഉള്ള ഒരു അനുകൂലമായ വർഷം തന്നെയാണ്. ചിലവുകൾ ധാരാളമായിട്ട് അധികരിക്കുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഇതുവരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റാതിരുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഒരുപാട് സാമ്പത്തിക ചെലവുകൾ നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നുണ്ട് ഈ ഒരു വർഷം. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ഐശ്വര്യവും ഐക്യവും സന്തോഷമൊക്കെ നിലനിൽക്കുന്നതാണ്. എന്നാലും സാമ്പത്തിക ചെലവുകൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. സന്താനങ്ങളുടെ പഠനകാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പണമൊക്കെ ചെലവഴിക്കേണ്ടതായിട്ട്, ഉന്നത പഠനത്തിന് വേണ്ടിയിട്ടൊക്കെ ചെലവഴിക്കേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. ആരോഗ്യകാര്യത്തിൽ ഒരു നല്ല രീതിയിൽ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ ഉയർന്ന വിജയമൊക്കെ കരസ്ഥമാക്കാനുള്ള അനുകൂലമായൊരു വർഷമാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള ഒരു വിജയം പ്രതീക്ഷിക്കാം. 2027 മാർച്ച് ഏപ്രിൽ മാസത്തോടു കൂടി നിങ്ങൾ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വിഷുവർഷ അവസാനത്തോടു കൂടി പരിഹാരമായിട്ട് ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുന്നതിന് ശിവക്ഷേത്രത്തിൽ കൂവളമാല അർച്ചന, അതുപോലെ തന്നെ പക്കപ്പിറന്നാളിൽ ക്ഷീരധാര അല്ലെങ്കിൽ ജലധാരയെങ്കിലും നടത്തുന്നതും പിൻവിളക്ക് നെയ്യ് വിളക്ക് പിൻവിളക്കായിട്ട് അർപ്പിക്കുന്നതും ഒക്കെ ദോഷഫലങ്ങൾ കുറയുന്നതിന് നല്ലതാണ്. ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ദിവസവും 1008 ജപിക്കുന്നത് കൂടുതൽ ഗുണങ്ങൾ നൽകുന്നതാണ്. പുണർദം നക്ഷത്രം. 2026 വിഷു ഫലമനുസരിച്ച് പുണർദം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തില് ധാരാളം അരിഷ്ടതകൾ, ദുരിതങ്ങളായിട്ടും മറ്റു പലതരത്തിലുള്ള അരിഷ്ടതകളായിട്ടും ഒക്കെ കൂടിയിരിക്കുന്ന ഒരു വർഷമാണ്. ബന്ധുക്കളിൽ നിന്നൊക്കെ സാമ്പത്തിക സഹായമൊക്കെ പ്രതീക്ഷിക്കാം. കുടുംബത്തിലെ പങ്കാളികളുമായിട്ട് അകന്നു നിൽക്കേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. ഭാര്യ ഒരിടത്ത് ഭർത്താവ് ഒരിടത്തൊക്കെ ആയിട്ട് കഴിയേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. ജോലി ചെയ്യുന്നതിലോ തൊഴിൽശാലകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മരംഗത്തോ ഒക്കെ ധാരാളം ഗുണാനുഭവങ്ങൾ ഉണ്ടാകാം. വാഹന അപകടമൊക്കെ
ചെറിയ തോതിൽ സംഭവിക്കുന്നത് കൊണ്ട് വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധ പതിപ്പിക്കുക. അതുപോലെ തന്നെ വാഹനമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ദേവമന്ത്രം, ഏതെങ്കിലും പ്രത്യേക ഒരു മന്ത്രം, ഒന്നുമില്ലെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രമെങ്കിലും ജപിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നതൊക്കെ നന്നായിരിക്കും. പ്രത്യേകിച്ച് വ്യാപാരത്തിൽ ധനനഷ്ടം വരാതിരിക്കാനായിട്ട് ഈശ്വരാരാധനകളും ഒക്കെ സ്വായത്തമാക്കുന്നത് വളരെ നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദികളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം. ദൂരദേശ യാത്രകൾ പലതും അസ്ഥാനത്തായി ഭവിക്കുന്നത് കൊണ്ട് ധനനാശവും യാത്രാക്ലേശവും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നടക്കുമെന്നുള്ള കാര്യത്തിന് മാത്രം യാത്ര പോകുന്നത് നന്നായിരിക്കും. ചാടിക്കേറി നമ്മൾ യാത്ര പോയിട്ട് അവിടെ ചെന്ന് കുറച്ച് പണം മുടക്കി തിരിച്ചു വരുമ്പോൾ പണവും നഷ്ടമാവും, നമ്മുടെ സമയവും നഷ്ടമാവും, യാത്രാക്ലേശവും നല്ലതുപോലെ ഉണ്ടാകാം. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിൽ ഒന്ന് വിജിലൻ്റ് ആവുന്നത് ഈ ഒരു വിഷുവർഷം വളരെ നന്നായിരിക്കും. സന്താനങ്ങൾക്ക് രോഗാദി ദുരിതങ്ങളും അരിഷ്ടതകളും ഒക്കെ വന്നു ഭവിക്കുന്നുണ്ട്. വാഹനം, വസ്തു, വീട് ഇവയൊക്കെ വാങ്ങാനായിട്ട് യോഗം കാണുന്നുണ്ട്. ഇതുവരെ നിങ്ങൾക്ക് ശത്രുക്കളിൽ നിന്നുണ്ടായിരുന്ന ദോഷങ്ങളും ശത്രുപീഡകളും ഒക്കെ സമാധാനപരമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് അത് ഇടപഴകി അത് തീർക്കാനൊക്കെ ആയിട്ട് കഴിയുന്നതാണ്. വിദേശ യാത്രയിലുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങി പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കാനായിട്ട് യുവജനങ്ങൾക്ക് സാധ്യമാകുന്നതാണ് വിദേശയാത്ര. വിദേശത്ത് ജോലിയൊക്കെ ആഗ്രഹിച്ചിട്ട് കിട്ടാത്തവർക്ക്, വിദേശത്ത് തന്നെ വസിക്കുന്നവർക്ക് പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കാം. തൻ്റെതായിട്ടുള്ള അശ്രദ്ധ മൂലം പല നഷ്ടങ്ങളും വന്നു ചേരുന്ന വർഷമാണ്. അതുകൊണ്ട് താൻ ചെയ്യുന്ന പ്രവൃത്തികൾ താൻ തന്നെ ചെയ്യുക, മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കാനൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ അലസത കൊണ്ടോ മടി കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ നഷ്ടങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. അസുഖങ്ങൾ, വാതപിത്ത സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ഇപ്പോൾ ഈ കഫക്കെട്ട് മൂലമുള്ള അസുഖങ്ങൾ, ശ്വാസം മുട്ടൽ, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ തലപൊക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങളും അസ്വസ്ഥതകളൊക്കെ വർഷമധ്യത്തോടുകൂടി അനുഭവയോഗ്യമാകുന്നുണ്ട്. കുടുംബത്തിലെ കലഹ സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ പങ്കാളിയുമായിട്ടൊക്കെ രമ്യതയിൽ വർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐക്യമൊക്കെ കൈവരിക്കാനായിട്ട് പ്രാർത്ഥനകളൊക്കെ സ്വായത്തമാക്കുന്നത് വളരെ നല്ലതായിരിക്കും. നേത്ര അതിരോഗങ്ങൾ, ഉദര രോഗാദി പീഡകൾ, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സകൾ, ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ കണ്ണിന് അസുഖങ്ങളുള്ളവർ, ഓപ്പറേഷൻ ചെയ്യേണ്ടവർ അതൊക്കെ ചെയ്യുക. ഉദര രോഗ പീഡകളും ഒക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാലമാണ്. ദോഷപരിഹാരമായിട്ട് നിങ്ങൾ ശിവങ്കലധാര, വ്യാഴാഴ്ച ദിവസം കൃഷ്ണന് തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇതൊക്കെ ചെയ്യുന്നത് കൂടുതൽ ദോഷശാന്തിക്ക് ഉത്തമമായിട്ടൊരു പരിഹാരം തന്നെയാണ്. വീട്ടിൽ തന്നെ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും അതുപോലെ ഹനുമാൻ ചാലീസ് നിരന്തരം പാരായണം ചെയ്യുന്നതും ഒക്കെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് ഉത്തമമായിരിക്കും. കർക്കിടക കൂറിൽപ്പെട്ട പൂയ നക്ഷത്രക്കാർക്ക് ഈ 2026 വിഷുവർഷം വലിയ രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നതാണ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് വിഷുവിനും അതുപോലെ തന്നെ ഓരോ വർഷം തുടങ്ങുമ്പോഴും ഒക്കെ ബുദ്ധിമുട്ടുകളും ധാരാളം പ്രതിസന്ധികളും ഒക്കെ അനുഭവയോഗ്യമാണ്. എങ്കിലും അതിൽ നിന്നുമൊക്കെ കുറേ മാറ്റങ്ങൾ ഈ ഒരു വിഷു വർഷത്തിൽ സംഭവിക്കുന്നുണ്ട്. സ്ട്രഗിൾസ് കഴിഞ്ഞ കുറേ കാലത്തെ സ്ട്രഗിൾസ് ഒക്കെ ഓവർകം ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. സഞ്ചാരത്തിന് വേഗത വർദ്ധിക്കുന്ന ഒരു കാലമാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്കും പെരുമാറ്റത്തിനും കാര്യങ്ങൾക്കും ഒക്കെ ഒരു വേഗതയുണ്ടാകുന്ന ഒരു വർഷമാണ്. മാറ്റങ്ങളെ തിരിച്ചറിയാനായിട്ട് വൈകരുത്. എൻ്റെ ജീവിതം എന്നും കൊന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്, അതുകൊണ്ട് എന്ത് ചെയ്താലും നേരെയാവില്ല എന്ന് ചിന്തിക്കരുത്. മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമായതുകൊണ്ട് തന്നെ പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ രീതികൾ അവലംബിക്കുന്നത് നന്നായിരിക്കും. ഒരു സമാധാനവും ഐക്യവും ഒക്കെ സന്തോഷവും ഒക്കെ വരുന്ന ഒരു കൊല്ലം തന്നെയാണ്, ഒരു വർഷമാണ് ഈ വിഷു എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട പല മാറ്റങ്ങളും അതുമൂലം ഉയർച്ചയും തൊഴിൽ രംഗത്ത് നേട്ടങ്ങളും ആദായവും സാമ്പത്തിക അനുഭവവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അനുകൂലമായിട്ടുള്ള സമയമാണ് ബിസിനസ്സുകാർക്ക്. ബിസിനസ് രംഗത്തുള്ളവർക്കും അതുപോലെ പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കും ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ളവർക്കും ഒക്കെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ കൈവരിക്കാൻ കഴിയുന്നതാണ്. അതുമൂലം കുട്ടികളുടെ കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ധാരാളം പണച്ചെലവുകളൊക്കെ വരുന്നത് കൊണ്ട് 2-3 സ്രോതസ്സിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പണം കണ്ടെത്തേണ്ടതായിട്ടൊക്കെ വന്നു ചേരുന്നുണ്ട്. ആരോഗ്യ കാര്യത്തിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും. ഇതുവരെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. ഈ വർഷം പൊതുവിൽ ബുദ്ധിമുട്ടായിട്ടുള്ള പല പ്രശ്നങ്ങളെയും നമുക്ക് തരണം ചെയ്യാനായിട്ട്, ഇതുവരെ നമുക്ക് തരണം ചെയ്യാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ നമ്മുടെ ആത്മവിശ്വാസവും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണവും കൊണ്ട്, നമ്മുടെ ആ ഒരു സഞ്ചാര വേഗതയും കൊണ്ട് നമുക്കതൊക്കെ മാറ്റിവെച്ച് പുതിയ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാനും അതിൽ നിന്ന് ശാരീരികവും മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ നമുക്ക് വർഷാവസാനത്തോടുകൂടി കൈവരിക്കാനൊക്കെ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹന ലാഭം പ്രതീക്ഷിക്കാം. പരീക്ഷാദികളിലൊക്കെ വിജയം കുട്ടികൾക്ക് ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയുന്നതിനും കൂടുതൽ ഗുണാധിക്യത്തിനുമായിട്ട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പക്കപ്പിറന്നാളിൽ പാൽപ്പായസം കഴിക്കുന്നതും തൃക്കൈ വെണ്ണ അതുപോലെ ത്രിമധുരം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇവയൊക്കെ നിരന്തരമായിട്ട് നിങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും സാധിക്കുമെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ഭാഗ്യസൂക്ത പാരായണവും ശ്രീസൂക്തമൊക്കെ പാരായണം ചെയ്യുന്നത് നിങ്ങളുടെ കൂടുതൽ നേട്ടങ്ങൾക്ക് നന്നായിരിക്കും. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ 2026 വിഷു എന്ന് പറയുന്നത്
ശനി നിങ്ങൾക്ക് അനുകൂലമായതുകൊണ്ടും വ്യാഴത്തിൻ്റെ ആ ഒരു ഗോചരവും കുറച്ച് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ തൊഴിൽ രംഗത്തും ചുറ്റുപാടും ഒക്കെ കൊണ്ടു തരുന്നതാണ്. ഇതുവരെ ശനി ദോഷത്തിലായിരുന്നു കുറേ വർഷങ്ങളായിട്ട്. എങ്കിലും ചിലവരുടെ കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾക്ക് പലതിനെ അതിജീവിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഉന്നത പഠനത്തിലാണെങ്കിലും തൊഴിൽ രംഗത്തൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ പ്രവൃത്തിയും ഈശ്വരാധീനവും ഒക്കെ കൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷം വിഷുവർഷം നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതലായിട്ട് നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നതാണ്. പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു വരുന്നതാണ്. വളരാൻ കഴിയുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള ചിന്താശേഷിയുള്ള കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അതിലേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യുന്നതാണ്. അത് നടപ്പിലാക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. വർഷം മധ്യത്തോടുകൂടി നിങ്ങളുടെ കഠിന അധ്വാനം മൂലം, കഠിന പരിശ്രമം മൂലം പല രംഗത്തും നിങ്ങൾക്ക് ആദായ നേട്ടവും മികച്ച നേട്ടവും ഒക്കെ കൈവരിക്കാൻ കഴിയുന്നതാണ്. കർമ്മരംഗത്താണെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നതാണ്. തൊഴിൽശാലകൾ സ്വന്തമായിട്ട് നടത്തുന്നവർക്ക് അവിടെ തൊഴിൽ തർക്കങ്ങളും പല ബുദ്ധിമുട്ടുകളും ലേബേഴ്സിനെ കൊണ്ടുണ്ടാകാം. എങ്കിലും അതുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ട് മറികടക്കാനൊക്കെ ആയിട്ടും പരിഹരിക്കാനൊക്കെ ആയിട്ട് കഴിയുന്നതാണ്. എങ്കിലും ഈശ്വര ആരാധനകളൊക്കെ സ്വായത്തമാക്കുന്നതും ഈശ്വര പ്രാർത്ഥനകളും ക്ഷേത്ര ദർശനങ്ങളൊക്കെ സ്വായത്തമാക്കുന്നത് വളരെ നന്നായിരിക്കും. കൂടാതെ നിങ്ങളുടെ ആത്മവിശ്വാസം നല്ലതുപോലെ വർദ്ധിപ്പിക്കുന്നത് നല്ലതാണ്. അതിനുവേണ്ടി യോഗയോ മെഡിറ്റേഷനോ എന്തെങ്കിലുമൊക്കെ നാമജപങ്ങളൊക്കെ സ്വായത്തമാക്കുക. നല്ലതുപോലെ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടുകൂടി കാര്യങ്ങളെ ഗ്രാസ്പ് ചെയ്യാനും അതിനെ മാറ്റാനും പ്രതിബന്ധങ്ങളെ വെല്ലുവിളിക്കാനൊക്കെ നിങ്ങൾക്ക് കഴിയുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. പ്രണയകർത്താക്കളായിട്ടുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ അവരുടെ പ്രണയം കൊണ്ടുപോകാനും അത് വിവാഹത്തിൽ കലാശിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാനും സാധിക്കുന്നതാണ്. വസ്തുവോ വീടോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോണുകളും മറ്റും ആശ്രയിക്കേണ്ടതായിട്ട് വന്നു ചേരുന്നതാണ്. എങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ബാങ്കുകളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ലഭ്യമാകുന്നതാണ്. ഈ നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ ജൂണിലെ ഗോചരം കൂടുതലായിട്ട് വിഷുവർഷം നേട്ടങ്ങൾക്ക് വഴിവയ്ക്കുന്നതാണ്. ശനി സമാധാനവും സന്തോഷവും പങ്കുവയ്ക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ 2026 എന്ന് പറയുന്ന വിഷുവർഷം. പുതിയ നേട്ടങ്ങൾക്കും ദോഷ നിവാരണത്തിനുമായിട്ട് മഹാവിഷ്ണു പ്രീതി വരുത്തുന്നതും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ദേവി മഹാത്മ്യം നിരന്തരവും വീട്ടിൽ തന്നെ പാരായണം ചെയ്യുന്നതും വളരെ ഉത്തമമായിരിക്കും. മകം നക്ഷത്രം 2026 വിഷു ഫലമനുസരിച്ച് മകം നക്ഷത്രക്കാർക്ക് പൊതുവെ ഐശ്വര്യവും സാമ്പത്തിക ഉയർച്ചയും പല പ്രധാനപ്പെട്ട മാറ്റങ്ങളും ഇവളുടെ ജീവിതത്തിൽ കരിയറിൽ തന്നെ കൊണ്ടുവരാൻ കഴിയുന്നതാണ്. വിവാഹമൊക്കെ നടക്കാതിരുന്ന യുവജനങ്ങളും മധ്യപ്രായമായിട്ടുള്ളവരും ഒക്കെ വിവാഹാലോചനകളും ഒക്കെ വന്നു ചേരുന്നതും വിവാഹ മംഗളകർമാദികളും ഒക്കെ ഉണ്ടാകുന്നതാണ്. പല ഭാഗ്യാനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഒരു വർഷമാണ്. ജീവിതത്തിലാണെങ്കിലും കർമ്മരംഗത്താണെങ്കിലും ചെയ്യുന്ന തൊഴിലിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരുന്നതാണ്. നേരത്തെ അനുഭവിച്ചു കൊണ്ടിരുന്ന മെന്റൽ സ്ട്രെസ്സോ ഫിസിക്കൽ സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ ഒരു പരിധി വരെ റിലീഫ് ഉണ്ടാകുന്നതാണ്. എങ്കിലും അഷ്ടമത്തിലെ ശനി നിങ്ങൾക്ക് രോഗാദി ദുരിതങ്ങളോ അതുപോലെ തന്നെ മറ്റു പല ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കാമെങ്കിലും ഈശ്വര പ്രാർത്ഥനകൾ കൊണ്ടും ശനീശ്വര പ്രാർത്ഥനകൾ കൊണ്ടും ഒക്കെ അതിനെ നമുക്ക് മറികടക്കാനൊക്കെ ആയിട്ട് കഴിയുന്നതാണ്. ഒരു സാമ്പത്തിക മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിലൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ആ സാമ്പത്തിക ഭദ്രത നിങ്ങളെ വളരെയേറെ മുന്നോട്ട് നയിക്കുന്നതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മനസ്സന്തോഷം ഉണ്ടാകുന്നത് കൊണ്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും ഞാനിതിൽ വിജയിക്കുമെന്നൊരു തോന്നൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങളെ നേടിയെടുക്കാനായിട്ട് കഴിയുന്ന ഒരു വർഷമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള നല്ല രീതിയിൽ വിശ്വസ്തമായിട്ടുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനം വന്നു ചേരും. അതിലൂടെ ഒരു നല്ലൊരു പുരോഗതിയും നിങ്ങൾക്ക് ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ്. വ്യക്തി ജീവിതത്തിൽ വിശേഷ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുന്നതാണ്. നല്ല പദവികളും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും നല്ല പദവിയും അനുഗ്രഹാശിസ്സുകളും ഒക്കെ ലഭിക്കുന്നതാണ്. നേരത്തെ ചെയ്തു വച്ചിരുന്ന പല കാര്യങ്ങളും ഏർപ്പെട്ടിരുന്ന നിയന്ത്രണങ്ങളൊക്കെ മാറ്റി പരിമിതികളൊക്കെ മാറ്റി പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനും ആ നിയന്ത്രണങ്ങളൊക്കെ മറികടന്ന് പുതിയ അവസരങ്ങളൊക്കെ നിങ്ങളെ തേടി വരുന്നതാണ്. ഏതൊരു കാര്യത്തിലും പൂർണ്ണ ആത്മവിശ്വാസമുള്ളവരാണ് മകൻ നക്ഷത്രക്കാരെങ്കിലും ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നേട്ടങ്ങൾക്ക് വഴിവെക്കുന്നതാണ്. പോസിറ്റീവായിട്ടുള്ള പല ചാൻസുകളും നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരും. അത് നിങ്ങൾ തന്നെ കണ്ടെത്തി അതിനുള്ള വഴികളൊക്കെ തെളിയിക്കാം. സന്തോഷവും സമാധാനവും ഒക്കെ കുടുംബത്തിൽ നിലനിൽക്കുന്നതാണ്. വിദേശയാത്ര ആഗ്രഹിക്കുന്നവരും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ അത് സാധ്യമാകുന്നതാണ്. തൊഴിൽ മാറ്റം അല്ലെങ്കിൽ തൊഴിലിൽ എന്തെങ്കിലും നിയന്ത്രണങ്ങളൊക്കെ മറികടന്ന് തൊഴിൽ മാറ്റമൊക്കെ വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ യുവജനങ്ങൾ വിവാഹകാര്യം തീരുമാനമാകുന്നത് കൊണ്ട് മനസ്സിന് വളരെ സന്തോഷമൊക്കെ ഉളവാകുന്നതാണ്. മക്കളുടെ വിവാഹകാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പഠനവുമായിട്ട് ബന്ധപ്പെട്ട മാതാപിതാക്കൾക്ക് ധാരാളം പണ ചെലവുകളൊക്കെ ഈ വർഷം നേരിടേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. നിങ്ങളുടെ പല
കാര്യങ്ങളിലും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ മഹാദേവ ക്ഷേത്ര ദർശനം, ഹനുമാൻ ചാലീസ്, ഹനുമാൻ ക്ഷേത്ര ദർശനം, ഹനുമത് വ്രതം ഇതൊക്കെ എടുക്കുന്നത് കൂടുതലായിട്ട് നിങ്ങളുടെ ദോഷങ്ങള്, അഷ്ടമത്തിലെ ശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കുന്നതിന് ഉത്തമമാണ്. പൊതുവിൽ ഒരു നല്ല വർഷം തന്നെയായിരിക്കും മകൻ നക്ഷത്രക്കാർക്ക് ഈ 2026 വിഷു എന്ന് പറയുന്നത്. പൂരം നക്ഷത്രക്കാർക്ക് 2026 ഈ വിഷു വർഷത്തില് സാമ്പത്തിക രംഗത്ത്, ഔദ്യോഗിക രംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാകുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ, കൂട്ട ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ചില പങ്കാളിത്ത ബിസിനസ്സുകളൊക്കെ വേണ്ടാന്ന് വയ്ക്കേണ്ടി വരുന്നതും അതിൽ നിന്ന് ചിലപ്പോൾ ചില സാമ്പത്തിക ബാധ്യതകളൊക്കെ അനുഭവയോഗ്യമാകുന്നതുമാണ്. എന്നാലും നിങ്ങൾ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഇൻവെസ്റ്റ്മെന്റിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ചിട്ടി അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ലാഭം പ്രതീക്ഷിക്കാവുന്ന വർഷമാണ് ഈ 2026 എന്ന് പറയുന്നത്. കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകും. ബിസിനസ്സുകാർക്ക് ഗുണകരമായിട്ടുള്ള ഒരു വർഷമാണ്. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് സഫലമാകുന്ന കാലമാണ്. തൊഴിൽ രംഗത്ത് ധനനേട്ടം വന്നു ഭവിക്കാം. സാമ്പത്തിക ബാധ്യത കുറേശ്ശെയായിട്ട് കുറയുന്നതാണ്. സാമ്പത്തിക രംഗമൊക്കെ താറുമാറായി കിടന്നിരുന്നവർക്ക് അതൊന്ന് ഉഷാറാക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഗ്രഹോപകരണങ്ങൾ വാങ്ങാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങിയവർക്ക് അതിൽ നിന്ന് നേട്ടം പ്രതീക്ഷിക്കാം. കലാരംഗത്തുള്ള കലാകാരന്മാർക്ക് അനുകൂലമായ ഒരു വർഷം തന്നെയാണ്. വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാനായിട്ട് സാധ്യതകൾ വന്നു ചേരുന്നുണ്ട്. സന്താന ഭാഗ്യം കാത്തിരുന്നവർക്ക് സന്താനങ്ങളെ കൊണ്ട് ഗ്രഹം അനുഗ്രഹീതമാകുന്നതാണ്. നൃത്ത സംഗീത കലാരംഗത്തുള്ളവർക്ക് നല്ല ഒരു അനുകൂലമായ കാലം തന്നെയാണ് ഈ 2026 എന്ന് പറയുന്ന വിഷുവർഷം. സാമ്പത്തിക രംഗത്ത് ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. കാരണം പലതരത്തിലുള്ള ബിസിനസ്സുകളിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കയ്യിലുള്ളതെല്ലാം പോയി കഴിഞ്ഞ വർഷം മധ്യത്തോടു കൂടി നിങ്ങൾക്ക് ചിലപ്പോൾ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരാം. അതുകൊണ്ട് സാമ്പത്തിക രംഗം ഒന്ന് ശ്രദ്ധിക്കുന്നതും അതിലൊന്ന് ജാഗ്രത പുലർത്തുന്നതും നന്നായിരിക്കും. ശത്രുക്കളെ കൊണ്ടുണ്ടായിരുന്ന ദോഷങ്ങളൊക്കെ മാറി ശത്രുദോഷമൊക്കെ അകലുന്നതാണ്. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നമ്മൾ തന്നെ ചെയ്തു തീർക്കുക. അന്യരെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാതിരിക്കുന്നത് നന്നായിരിക്കും. ഇപ്പം നമ്മൾ ബിസിനസ്സിൽ കുറച്ച് ഇൻവോൾവ്മെന്റ് കൂടുമ്പോൾ തിരക്കാണ് എന്ന് വിചാരിച്ച് നമ്മുടെ ആ പ്രവർത്തനങ്ങൾ അന്യരെ ഏൽപ്പിക്കുന്നത് നമുക്ക് ദോഷങ്ങൾക്ക് വഴിവെക്കുന്നതാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ തന്നെ ചെയ്തു തീർക്കുകയാണെങ്കിൽ, ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളുമായിട്ട് പുനർബന്ധം നേരത്തെ വിട്ടുപിരിഞ്ഞു പോയ സുഹൃത്തുക്കൾ വീണ്ടും തിരിച്ചു വരികയും അവരുമായിട്ട് ബന്ധം പുനഃസ്ഥാപിക്കുകയൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിങ്ങളെ വല്ലാതെ അലട്ടുന്ന ഒരു കാലമാണ്. പുതിയ വീട്, ഭവനം പണി കഴിപ്പിച്ച് അത് ഗൃഹപ്രവേശം നടത്താനൊക്കെ യോഗം കാണുന്നുണ്ട്. ചെറുകിട കച്ചവടക്കാരായിട്ടുള്ള ആളുകൾക്ക് ബിസിനസ്സിൽ നല്ല രീതിയിൽ ശ്രദ്ധ പതിപ്പിക്കുന്നില്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത വന്നു ഭവിക്കാം. ശത്രുക്കളുടെ ശല്യം കുറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ടേക്കുള്ള പ്രയാണം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ്. ഈ വർഷം പൊതുവിൽ ഔദ്യോഗിക രംഗത്തും കർമ്മരംഗത്തും ഒക്കെ വിജയം വന്നു ഭവിക്കുന്ന വർഷമാണ്. ശാന്തി പരിഹാരമായിട്ട് ശിവങ്കല്, ക്ഷീരധാര, ജലധാര, അതുപോലെ തന്നെ കൂവളമാലാർച്ചന, ശിവരാത്രി വ്രതം ഇതൊക്കെ എടുക്കുന്നത് കൂടുതൽ ഉത്തമമായിരിക്കും. ഉത്ര നക്ഷത്രക്കാർക്ക് ഈ 2026 വിഷു നേട്ടങ്ങള്, വിഷു അനുസരിച്ച് വിഷു നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഉത്തര നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് ഉന്നതിയും മാറ്റങ്ങളും നേട്ടങ്ങളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. സാമ്പത്തിക കാര്യത്തിലൊക്കെ അഭിവൃദ്ധി വന്നു ചേരുന്ന വർഷമാണ്. ജീവിതത്തിലും ഔദ്യോഗിക രംഗത്തും ഒക്കെ സ്ഥാനക്കയറ്റം ലഭിക്കാം. ഔദ്യോഗിക രംഗത്ത് സ്ഥാനക്കയറ്റം കിട്ടുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പുതിയ വീട് നിർമ്മാണം ഉണ്ടാകുന്നതും, പുതിയ വീട് പണിയണമെന്ന് ആഗ്രഹിച്ചിട്ട് സാധിക്കാതിരുന്നവർക്ക് പുതിയ ഗൃഹനിർമ്മാണമൊക്കെ തുടങ്ങാം. ഈ വർഷം തന്നെ നിങ്ങളുടെ കഴിയുന്നതും നിങ്ങളുടെ വീട് പണി കഴിഞ്ഞ് ഗൃഹപ്രവേശമൊക്കെ സാധ്യമാകുന്നതാണ്. കുടുംബത്തിലെ സമാധാനം ഉണ്ടാകുന്ന ഒരു വർഷമാണ്. ദാമ്പത്യ ഐക്യം, ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല ദാമ്പത്യ ഐക്യം ഉണ്ടാകുന്നതാണ്. സൂര്യന്റെ ശുക്രന്റെ അനുകൂല സ്വാധീനം നിങ്ങൾക്ക് ഗുണകരമാകുന്ന ഒരു വർഷമാണ്. പുതിയ സംരംഭം തുടങ്ങാനും പഴയത് വിപുലപ്പെടുത്താനും ഒക്കെ സാധ്യമാകുന്നതാണ്. പല കാര്യങ്ങളും നടപ്പിൽ വരുത്തുന്നതാണ്. പുതിയ പ്രോജക്റ്റുകളുടെ വികസന പദ്ധതികളിൽ ഭാഗമാകാനൊക്കെ കഴിയുന്നതാണ്. തൊഴിൽ രംഗത്ത് സ്ഥലം മാറ്റം, പ്രമോഷൻ ഇവയൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ്. ബന്ധുമിത്രാദികളിൽ നിന്നും സഹായ സഹകരണങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. കൂടുതൽ ആരോഗ്യകാര്യങ്ങളെ വഷളാകാതിരിക്കാനായിട്ട് മധ്യപ്രായം കഴിഞ്ഞവർ, പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ ചികിത്സയിലിരിക്കുന്നവർ, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സയൊക്കെ കഴിഞ്ഞവരൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന നന്നായിരിക്കും അവരുടെ ആരോഗ്യകാര്യത്തിൽ. മധ്യപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ആരോഗ്യകാര്യത്തിലൊക്കെ രോഗാരിഷ്ടതകളും ഒക്കെ, വാതപിത്ത രോഗങ്ങളൊക്കെ മൂർച്ഛിക്കാം, നിർദോഷ രോഗങ്ങളൊക്കെ മൂർച്ഛിക്കാം. അപ്പം അതുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും.
എക്സസൈസും ഭക്ഷണ രീതിയും ചികിത്സാ രീതിയും ഒക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ആരോഗ്യം ബെറ്റർ ആവുന്നതാണ്. മുൻകോപം നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ്. അതുമൂലം ചില നിങ്ങളുടെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ മുൻകോപം മൂലം ചില നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ട് അതൊന്ന് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. എടുത്തു ചാടിയിട്ടുള്ളൊരു യാത്രകളോ തീരുമാനങ്ങളോ സംരംഭങ്ങളോ ഒന്ന് തുടങ്ങുന്നത് നല്ലതല്ല. വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഉന്നതരായിട്ടുള്ള നല്ല ആളുകളിൽ നിന്നൊക്കെ നല്ല അഡ്വൈസൊക്കെ എടുത്ത് 1-2 വട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങുന്നത് നന്നായിരിക്കും. ചില സാമ്പത്തിക ബാധ്യതകൾ വർഷാവസാനത്തോടു കൂടി നിങ്ങൾക്ക് വന്നുപെടുന്നതാണ്. ചിലവുകളും ധാരാളം അധിക ചിലവുകൾ ധാരാളമായിട്ട് അനുഭവയോഗ്യമാണ്. ഈശ്വര പ്രാർത്ഥനയിലൂടെ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ മറികടക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് സാധ്യമാകുമെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യാൻ പറ്റുമെങ്കിൽ അത്, അല്ലെങ്കിൽ ദേവി മഹാത്മ്യ പാരായണം നിരന്തരമായിട്ട് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവി മഹാത്മ്യ പാരായണം ചെയ്യുന്നത്, ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുക. ഏതാണോ നിങ്ങൾ കൂടുതലായിട്ട് സമയം അതിൽ. ഇപ്പോൾ ലളിതാ സഹസ്രനാമം നിത്യവും പാരായണം ചെയ്യുന്നവരുണ്ട്. അവർ എത്ര തിരക്കുണ്ടെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ ദേവി മഹാത്മ്യം 5, 11 അധ്യായം 4, 5, 11 അധ്യായങ്ങൾ നിരന്തരമായിട്ട് പാരായണം ചെയ്യുന്നതും ഒക്കെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് ഉത്തമമാണ്. അത്തം നക്ഷത്രക്കാർക്ക് 2026 ജീവിതത്തിൽ നമ്മൾ ഇന്നേ വരെ അനുഭവിച്ചു പോന്നിരുന്ന കുറെ ബുദ്ധിമുട്ടുകളും കുറെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളെ മുഴുവനായിട്ട് മാറ്റാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു പരിധി വരെ ആ വെല്ലുവിളികളെയൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്യാനൊക്കെ കഴിയും. ലൈഫിൽ മൊത്തത്തിൽ ഒരു ചേഞ്ച്, വിദേശത്തുള്ളവർക്കാണെങ്കിലും നാട്ടിലുള്ളവർക്കൊക്കെ ആണെങ്കിലും ലൈഫിൽ മൊത്തത്തിൽ ഒരു മാറ്റം, ഒരു ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് കഴിയുന്ന ഒരു വർഷമാണ് ഈ 2026 എന്ന് പറയുന്ന വിഷു വർഷം. വരുമാനമൊക്കെ വർദ്ധിക്കാനുള്ള മാർഗങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ തുറന്നു വരും. നമ്മളത് കണ്ടെത്തി അതിനുവേണ്ടി സമയം ചെലവഴിച്ച് അത് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ മതി. ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ശക്തമാകുന്നതാണ്. പുതിയ പുതിയ ബന്ധങ്ങളൊക്കെ ഉടലെടുക്കാം. പുതിയ ബന്ധങ്ങളും സൗഹൃദങ്ങളൊക്കെ ഉടലെടുക്കുന്നുണ്ട്. ഇതുമൂലം പല പ്രവർത്തന രംഗത്തും സുഹൃത്തുക്കളുടെ സഹായം കൊണ്ട് നമുക്ക് പലതും ചെയ്തു തീർക്കാനൊക്കെ ആയിട്ട് കഴിയുന്നതാണ്. സാമ്പത്തിക രംഗം, തൊഴിൽ രംഗമൊക്കെ പുതിയ ഉണർവുണ്ടാകുന്ന ഒരു വർഷമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവരും തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങളുടെ മുന്നിൽ തന്നെ പല അവസരങ്ങളും തുറന്നു വരും. അത് കണ്ടെത്തി പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങൾ തന്നെ സ്വയം സൃഷ്ടിക്കാം. തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് സാമ്പത്തിക ഉന്നമനം പ്രതീക്ഷിക്കാവുന്നതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് അത് കൈവിട്ട് പോകാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ കഴിയുന്ന വർഷമാണ്. പ്രണയബന്ധങ്ങളിലൊക്കെ പോസിറ്റീവ് ചേഞ്ചസും ഒക്കെ, ഇതുവരെ വഴക്കിട്ട് മാറി നിന്നിരുന്ന പ്രണയകർത്താക്കളൊക്കെ പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുകയും ഒരു പോസിറ്റീവ് ചേഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. കുടുംബത്തിലെ സമാധാനവും സ്നേഹവും ഒക്കെ കൈവരിക്കാൻ കഴിയുന്നതാണ്. ആരോഗ്യസ്ഥിതി പൊതുവെ നല്ല രീതിയിൽ വന്നു ചേരുന്നതാണ്. ഇതുപോലെ രോഗാരിഷ്ടതകൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന ആളുകൾക്ക് അതൊക്കെ ഒന്ന് മാറി കുറച്ച് ആരോഗ്യസ്ഥിതിയൊക്കെ ബെറ്റർ ആവുന്നതാണ്. മധ്യപ്രായം കഴിഞ്ഞവർ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കുക. വയസ്സായവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. മാതാപിതാക്കൾക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ട് പണച്ചെലവുകൾ അധികരിക്കുന്ന വർഷമാണ്. ധാരാളമായിട്ടുള്ള പണച്ചെലവുകൾ വരുന്നത് കൊണ്ട് വർഷമധ്യത്തോടു കൂടി ചിലപ്പോൾ സാമ്പത്തിക ബാധ്യതയൊക്കെ വന്നു ചേരാം. അതുകൊണ്ട് കൂടുതൽ നിയന്ത്രണങ്ങൾ ധനച്ചെലവിൽ വരുത്തുന്നത് നന്നായിരിക്കും. കടം ധാരാളം വാങ്ങിച്ച് ചെലവഴിക്കുകയും പിന്നീട് ആ കടം തിരിച്ചു വീട്ടാൻ പറ്റാതെ വരുന്നൊരു സാഹചര്യമൊക്കെ വർഷ അവസാനത്തോടു കൂടി വന്നു ഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നിങ്ങളായിട്ട് ചെയ്തത് മണ്ടത്തരമായി എന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങളൊക്കെ വന്നുപെടാം. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാനമാനങ്ങളും പ്രതാപവും ഒക്കെ കൈവരിക്കാൻ കഴിയുന്ന കാലമാണ്. ബിസിനസ് രംഗത്തുള്ളവർക്ക് സർക്കാരിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരുന്നതാണ്. IT പോലെയുള്ള കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ബിസിനസ്സുകാർക്ക്. അപ്പം അത് നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനു വേണ്ട തീരുമാനങ്ങളും തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. ദമ്പതികളെ പരസ്പരം വേർപിരിയാൻ തീരുമാനിച്ചവർ ആ തീരുമാനമൊക്കെ പുനഃപരിശോധിച്ച് വീണ്ടും കൂടിച്ചേരാനുള്ള ഒരു അനുകൂലമായ കാലം തന്നെയാണ്. ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട് രോഗമുള്ളവർക്ക് ഷുഗർ സംബന്ധമായ രോഗങ്ങളൊക്കെ മൂർച്ഛിക്കാം. കുറച്ചൊക്കെ ഷുഗർ ഉള്ളൂ, അതിന് മെഡിസിനൊക്കെ എടുക്കുന്നവർ ഒന്നുകൂടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഷുഗർ ഇരട്ടിയാവുകയും അതുകൊണ്ട് മറ്റു പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് വന്നു ഭവിക്കാം. യുവജനങ്ങളുടെ വിവാഹാദി മംഗളകർമ്മങ്ങളും ഒക്കെ നടക്കുന്നതാണ്. വ്യാപാര വ്യവസായ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകുന്ന കാലമാണ്. ഹനുമാന് വെറ്റിലമാല ചാർത്തുന്നതും ഹനുമാൻ ചാലീസ് പാരായണം ചെയ്യുന്നതും കുങ്കുമാർച്ചന നടത്തുന്നതും ആഴ്ചയിൽ ഏതെങ്കിലും ചൊവ്വാഴ്ചയോ ശനിയാഴ്ചയോ പോലെയുള്ള ദിവസങ്ങൾ ഹനുമത് വ്രതം എടുക്കുന്നതും ഒക്കെ കൂടുതൽ ഗുണഫലങ്ങൾക്ക് ഉത്തമമാണ്. ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രക്കാർക്ക് 2026 വിഷു എന്ന് പറയുന്നത് വിഷുഫലം അനുസരിച്ചിട്ട് അവർക്ക് ധാരാളം തിരിച്ചടികൾ ഒരുപാട് നേരിടേണ്ടി വരുന്ന ഒരു വർഷമായിരുന്നു കഴിഞ്ഞ 2024, 25 എന്ന് പറയുന്ന വർഷങ്ങളൊക്കെ. ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഈ ഒരു വർഷം ആത്മാർത്ഥമായിട്ടൊക്കെ ചെയ്തു തീർക്കാൻ കഴിയുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ അവർ ഏറ്റെടുക്കുകയും അത് എങ്ങനെയെങ്കിലുമൊക്കെ ആത്മാർത്ഥത കൊണ്ട് പൂർണ്ണമായിട്ടൊരു പൂർണ്ണതയിൽ എത്തിക്കാനൊക്കെ ആയിട്ട് അവർക്ക് സാധിക്കുന്നതാണ്. വ്യവസായ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സമാധാനമായിട്ട് ഒരു അന്തരീക്ഷം ഉണ്ടാകാനൊക്കെ ആയിട്ട് കഴിയുന്നതാണ്.
കുടുംബത്തിൽ പൊതുവെ ഒരു സമാധാനവും സന്തോഷമൊക്കെ കളിയാടുന്നതാണ് ഈ ഒരു വർഷക്കാലം. വിദേശത്തുള്ളവർക്ക് സ്ഥിര അനുമതി ലഭിക്കും. വിദേശത്ത് താമസിക്കാനായിട്ട് പോയിട്ട് അവിടെ അനുമതി ലഭിക്കാതെ PR കിട്ടാതിരിക്കുന്നവർക്ക് വിദേശത്ത് താമസിക്കാൻ സ്ഥിര അനുമതി ലഭിക്കുന്നതാണ്. ഭവന നിർമ്മാണം പൂർത്തിയാക്കുന്നതിനായിട്ട് കൂടുതൽ പണച്ചെലവുകൾ വരെയും എങ്ങനെയെങ്കിലുമൊക്കെ വീട് പൂർത്തിയാക്കി ഗൃഹപ്രവേശമൊക്കെ സാധ്യമാകുന്ന വർഷമാണ്. പുണ്യ തീർത്ഥയാത്രകളൊക്കെ ധാരാളമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും അത് നടക്കുകയും ചെയ്യും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് നേതൃത്വ പാടവം വഹിക്കേണ്ടതായിട്ട് വരുന്നതാണ്. നിങ്ങളുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ഒഴിഞ്ഞു പോവുകയും അതുകൊണ്ട് നിങ്ങളുടെ സ്ഥാനം അതിലേക്ക് മാറി നേതൃത്വ രംഗത്തേക്ക് നിങ്ങൾ ഉയരുന്നതാണ്. കാർഷിക രംഗത്ത് വൻ മാറ്റങ്ങൾ വന്നു ഭവിക്കുന്ന ഒരു കാലമാണ്. സ്ഥാനചലനം, അതായത് സ്ഥാനഭ്രംശം ഉണ്ടാകാൻ നോക്കുന്നത് നന്നായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ തൊഴിൽ കിട്ടാതിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭ്യമാകുക, ഉപദേശങ്ങൾ അംഗീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പലരുടെയും ഉന്നതരായ ആളുകളുടെയും അതുപോലെ തന്നെ കൂടുതൽ അനുഭവജ്ഞാനമുള്ളവരുടെയൊക്കെ ഉപദേശങ്ങൾ എടുത്ത് കൂടുതൽ നല്ല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് കൂടുതൽ നല്ല അത്യാവശ്യം നല്ല അനുഭവജ്ഞാനമുള്ളവരുടെ അഭിപ്രായങ്ങൾ, ഒപ്പീനിയൻസ് ഒന്ന് എടുക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ സന്താനങ്ങളെ കാത്തിരുന്നവർക്ക് സന്താന യോഗവും വന്നു ചേരുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ, പുതിയ പദ്ധതികളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ്. പുതിയ സംരംഭം തുടങ്ങുകയും അവിടെ ന്യായമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നടപ്പിലാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വർഷാവസാനം നേട്ടം പ്രതീക്ഷിക്കാം. കൂട്ടുപങ്കാളിത്തം ഒഴിവാക്കുന്നത്, കൂട്ടുകച്ചവടമോ കൂട്ടുപങ്കാളിത്തമോ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വരുന്ന പങ്കാളി എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുത്ത് ഇവിടെ നിർത്തുന്നത് നന്നായിരിക്കും. പകർച്ചവ്യാധികളെ പിടിപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിന് മുൻകരുതലെടുക്കുന്നത് നന്നായിരിക്കും. പല തൊഴിലുകളും കുലത്തൊഴിലുകളായിട്ട് ചെയ്തു തീർക്കാൻ ചില ആളുകൾക്ക് പുതിയ തൊഴിലിലേക്ക് ഏർപ്പെടുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ അച്ഛനപ്പൂപ്പന്മാരായിട്ടുള്ള ചെയ്തുകൊണ്ടിരുന്ന കുലത്തൊഴിലുകൾ, ജന്മവാസനയായിട്ടുള്ള ജോലികൾ, ഇതിലൊക്കെ ഏർപ്പെടുന്നത് കൂടുതൽ നേട്ടങ്ങൾക്ക് വഴിവെക്കുന്നതാണ്. സ്വന്തം ജോലി മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് ദോഷഫലങ്ങൾ ഉണ്ടാക്കാനായിട്ട് വന്നു ചേരുന്നതാണ്. നല്ലതുപോലെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നത് പൊതുവിൽ നന്നായിരിക്കും. അപവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നിങ്ങൾ ശ്രദ്ധയോടുകൂടി വിജിലൻ്റായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ചിലപ്പോൾ ചില രംഗത്തെ അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ടൊക്കെ വന്നു ചേരുന്നുണ്ട്. ദോഷഫലങ്ങൾ കുറയുന്നതിനും ഗുണാധിക്യം കൂടിയിരിക്കുന്നതിനുമായിട്ട് ബുധനാഴ്ച ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമായിരിക്കും. ചോതി നക്ഷത്രക്കാർക്ക് ഈ 2026 എന്ന് പറയുന്ന വിഷുഫലം അനുസരിച്ച് കർമ്മരംഗത്ത് പുതിയ ആശയാവിഷ്കരണങ്ങളൊക്കെ കൊണ്ടുവരാനും അതിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ നേടാനും കഴിയുന്ന വർഷമാണ്. ജീവിതത്തിലെ പലതരത്തിലുള്ള നേട്ടങ്ങളും നിങ്ങളെ തേടി എത്തുന്നുണ്ടെങ്കിലും നിങ്ങളുടെ അശ്രദ്ധ മൂലം അത് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഭാര്യാഭർത്തൃ ജീവിതത്തിലോ കുടുംബത്തിലോ ഒക്കെ അകൽച്ചകളും പ്രശ്നങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ട് കുടുംബജീവിതമൊക്കെ തിരികെ കിട്ടാനും അതുപോലെ തന്നെ കുടുംബജീവിതത്തിലെ പുതിയ തരത്തിലുള്ള സന്തോഷവും സമാധാനവും ഒക്കെ കൈവരിക്കാൻ കഴിയുന്നതാണ്. സാമ്പത്തിക നേട്ടം മാത്രം പ്രതീക്ഷിച്ചല്ല നിങ്ങൾ പലതും ചെയ്തു തുടങ്ങിയതെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് ആദായമൊക്കെ ഇപ്പോൾ ലഭ്യമാകുന്ന വർഷമാണ്. തൊഴിൽ രംഗമൊക്കെ പുഷ്ടിപ്പെടുന്നതാണ്. ഗൃഹപ്രവേശം, വീട് പണി തീർത്ത പാലുകാച്ചൽ നടത്തി ഗൃഹപ്രവേശമൊക്കെ നടക്കുന്നതാണ്. പ്രവാസികളായിട്ടുള്ള വിദേശത്തുള്ള ആളുകൾക്ക് അവരുടെ ബന്ധുമിത്രാദികളെ, അച്ഛനമ്മമാരെയൊക്കെ കൂടെ നിർത്താനായിട്ട് കൊണ്ടുപോവുകയും അവരെ കൂടെ നിർത്തുന്നതിനൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നതാണ്. സ്വന്തം സ്ഥാപനം, അതായത് സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് ഇപ്പോൾ ഓൺലൈനായിട്ട് നടത്തുന്നതാണെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ നല്ല ആദായമൊക്കെ പ്രതീക്ഷിക്കാം. വസ്തു വിൽപ്പനയിലൊക്കെ നല്ല ലാഭം, വസ്തു വിൽക്കാനൊക്കെ ഉള്ളവർക്ക് അത് വിറ്റ് അതിൽ നിന്ന് നല്ല ലാഭമൊക്കെ കിട്ടുന്നതാണ്. വിദേശത്ത് പോകാനായിട്ട് അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദേശത്ത് തൊഴിൽ നേടി പോകാനിരിക്കുന്നവർക്ക് വിദേശത്ത് പോകാനുള്ള അവസരമൊക്കെ വന്നു ഭവിക്കുന്നതാണ്. സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം ഉണ്ടാകുന്നുണ്ട്. വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന ഒരു വർഷമാണ് പൊതുവിലെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള പല പ്രവർത്തനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ആദായം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ കഠിന പരിശ്രമവും അധ്വാനവും മൂലം നിങ്ങൾക്ക് പല പ്രതിബന്ധങ്ങളെയും പല പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്ത് നീക്കാനൊക്കെ ആയിട്ട് കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ഈ ഒരു വർഷം മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നതാണ്. വാടക ഇനത്തിലും മറ്റ് ലാഭങ്ങൾ പ്രതീക്ഷിക്കാം. മാതാപിതാക്കളുമായി ചേർന്ന് താമസിക്കാനും ഒരുമിച്ച് താമസിക്കാവുന്ന രീതിയിൽ നിങ്ങളുടെ ജോലിയൊക്കെ നിങ്ങൾ ക്രമീകരിക്കുകയും അതുപോലെ തന്നെ ജോലി ഭാരം കുറയുന്നതിനായിട്ട് പരിശ്രമിക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ സമയം ജോലി ചെയ്ത് മെൻ്റൽ സ്ട്രെസ് ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ കുറയ്ക്കാൻ പറ്റുന്നൊരു വർഷമാണിത്. നേരത്തെ പല പദ്ധതികളിലും പണം നിക്ഷേപിച്ചവർക്ക് ആസൂത്രിതമായിട്ട് തന്നെ ആ പണം പിൻവലിക്കാനൊക്കെ ആയിട്ട് കഴിയുന്നുണ്ട്. സന്താനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ കൂടുതൽ സമയം ചെലവഴിക്കാനും അതുപോലെ തന്നെ അവരുടെ ഗുണങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കൂടുതൽ പണം ചെലവഴിച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ നമുക്ക് ഒരുപാട് സമയം ശ്രദ്ധിക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും.
ജ്വരാതി രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, തലവേദന ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ പിടിപെടുന്നത് കൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് വല്ലാത്തൊരു ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. കുടുംബത്തിൽ ദാമ്പത്യ ക്ലേശം ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വർഷാവസാനത്തോടു കൂടി വർഷാദ്യത്തിൽ നിങ്ങൾക്ക് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വേർപിരിയാൻ പോകുന്ന ഒരുമിക്കുമെങ്കിലും വർഷാവസാനത്തോടു കൂടി നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തി മൂലമോ സംസാരം മൂലമോ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം താറുമാറാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കോടതി വ്യവഹാരങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൽ വിജയ സാധ്യത ഉറപ്പാണ്. യുവജനങ്ങളുടെ വിവാഹ കാര്യങ്ങൾ തീരുമാനമാകുകയും വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് പരീക്ഷാദികളിലൊക്കെ വിജയം അനുഭവിക്കുന്നതാണ്. മനോദുഃഖം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. എങ്കിലും നിങ്ങൾക്ക് അതിനെയൊക്കെ വെല്ലുവിളിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ്. ഗുരുജന വിയോഗങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ്. അത് നിങ്ങൾക്ക് മനോദുഃഖം ഉണ്ടാക്കുന്നതുമാണ്. എന്തായാലും കൂടുതൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുന്നതിനും ഗുണാധിക്യം കൂടിയിരിക്കുന്നതിനുമായിട്ട് ശനിയാഴ്ച ദിവസം ശാസ്താവിന് നീരാഞ്ജനം, നീല ശംഖുപുഷ്പം കൊണ്ട് പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വർഷമാണ് ഈ 2026 വിഷു എന്ന് പറയുന്ന വർഷം. നല്ലൊരു ബിസിനസ് വളർച്ചയ്ക്ക് പറ്റിയ സമയം തന്നെയാണ്. ബിസിനസ് തുടങ്ങാനോ തുടങ്ങി വെച്ച ബിസിനസ് കുറച്ചുകൂടി പണം ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു വർഷമാണ്. കൂട്ട് ബിസിനസ് കഴിയുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഏപ്രിൽ മുതൽ ഈ വിഷു കഴിഞ്ഞിട്ട് ഉള്ള ആ ഒരു സമയം, ഏപ്രിൽ കാലം മുതൽ വർഷ പകുതി വരെ പല അവസരങ്ങളും കർമ്മരംഗത്ത് നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതാണ്. നല്ല പ്രകടനം കാഴ്ചവെക്കുന്നത് മൂലം നിങ്ങൾക്ക് പുതിയ പുതിയ അവസരങ്ങളും പുതിയ പുതിയ നേട്ടങ്ങളും ഒക്കെ വന്നു ഭവിക്കുന്നതാണ്, നിങ്ങളുടെ മുന്നിൽ തെളിയുന്നതാണ്. പക്ഷെ അത് കണ്ടെത്തി വേണ്ട വിധം പ്രയോജനപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. നിങ്ങളുടെ തൊഴിലിൽ മേലധികാരികളുടെയൊക്കെ പ്രീതി ലഭിക്കുകയും മേലധികാരികളുടെ ഒരു കോംപ്ലിമെന്റ്, ഒരു അപ്രീസിയേഷൻ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വർഷമധ്യത്തോടു കൂടി തൊഴിലിൽ നിന്ന് ലാഭം നല്ല രീതിയിൽ ഉണ്ടാകാം. കുടുംബത്തിലെ ചെലവുകൾ വർദ്ധിക്കുന്നത് മൂലം സാമ്പത്തിക ബാധ്യത വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങൾക്കായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പണം ചെലവഴിക്കുന്നത് കൊണ്ട് കയ്യിൽ അവസാനം സീറോ ആവുന്ന ഒരു സാഹചര്യവും കൂടെ വന്നു ഭവിക്കുന്നുണ്ട്. വ്യാപാര വ്യവസായത്തിൽ വർഷാവസാനം പല നേട്ടങ്ങളും ഉണ്ടാകുന്നുണ്ട്. സ്വന്തം വ്യാപാര വ്യവസായ ശാലകൾ നടത്തുന്നവർക്ക് അവിടെ തർക്കങ്ങളും അതുപോലെ തന്നെ കലഹങ്ങളും തൊഴിൽ തർക്കങ്ങളും തൊഴിൽ ഇതുമൊക്കെ നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നുണ്ട്. പല തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും നവംബർ മാസത്തോടു കൂടി നിങ്ങൾക്ക് അതൊക്കെ മാറ്റാനും അതിനെയൊക്കെ പൂർണ്ണമായിട്ട് വ്യതിചലിപ്പിക്കാനും ഒക്കെ കഴിയുന്നതാണ്. 2027 വിഷുവോടുകൂടി 2026 വിഷുഫലം അനുസരിച്ച് 2027 നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന തൊഴിലിലെ സ്ഥാനക്കയറ്റവും തൊഴിൽ രംഗത്തെ മാറ്റങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാം. യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ചേരുന്നതാണ്. പുതിയ ചെറുകിട സംരംഭങ്ങളോ ഒക്കെ തുടങ്ങാനായിട്ട് നല്ല സമയമാണ്. തുലാക്കൂറുകാരായ വിശാഖ നക്ഷത്രക്കാർക്ക് നല്ല വരുമാനം ലഭിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ തുടങ്ങി വയ്ക്കുകയും അതിൽ നിന്ന് നല്ല ആദായവും ഉണ്ടാകുന്നതാണ്. അവിവാഹിതരായിട്ടുള്ള വിവാഹം പ്രായമായിട്ടുള്ളവർക്ക് വിവാഹം നടക്കാൻ ഗോചരവശാൽ സാധ്യതകൾ കാണുന്നുണ്ട്. പഴയ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുകയും മനസ്സിന് ഒരു സന്തോഷവും സമാധാനവും ഒക്കെ കൈവരുന്ന ഒരു വർഷമാണ് ഈ 2026 വിഷു എന്ന് പറയുന്നത്. ആരോഗ്യകാര്യത്തിൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള ശാന്തി സമാധാനവും ഒക്കെ കൈവരിക്കാൻ കഴിയും. പൊതുവിൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുന്നതിനും ഗുണാധിക്യം കൂടിയിരിക്കുന്നതിനുമായിട്ട് ഈശ്വര ആരാധനകൾ സ്വായത്തമാക്കുക, ഈശ്വര പ്രാർത്ഥനകൾ സ്വായത്തമാക്കുക. ക്ഷേത്ര ദർശനം സാധ്യമാവുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു ക്ഷേത്ര ദർശനം രാവിലെയോ വൈകുന്നേരമോ നടത്തുക. ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ വീട്ടിൽ വന്നിരുന്നു കൊണ്ട് തന്നെ ഷോഡശ മന്ത്രങ്ങൾ ഏതെങ്കിലും നിത്യവും 1008 ജപിക്കുന്നതും അതുപോലെ തന്നെ നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ജപിക്കുന്നതും ഒക്കെ വളരെ നന്നായിരിക്കും. കൂടാതെ നിങ്ങൾ ദേവി മഹാത്മ്യം നിരന്തരം പാരായണം ചെയ്യുന്നവരാണെങ്കിൽ വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ അത് പഠിച്ചെടുത്ത് പാരായണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയുന്നതിന് വളരെ ഉത്തമമായിരിക്കും. അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രക്കാർക്ക് 2026 വിഷുഫലം അനുസരിച്ച് പഠിതാക്കൾക്കാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഉന്നത പഠനത്തിന് പോരുന്നവർക്കൊക്കെ ആണെങ്കിൽ പൊതുവെ മോശമായിട്ടുള്ള ഒരു അവസ്ഥകളൊക്കെ കുറേ കാലമായിട്ട് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് ഉന്നത പഠനം ആഗ്രഹിച്ചവർക്കൊക്കെ സാധ്യമാകാതിരുന്നിട്ടൊക്കെ ഉണ്ട്. വിദേശത്ത് പോയിട്ട് തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് ഇപ്പോൾ തൊഴിലൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് അനുഭവിച്ചിട്ടുണ്ട്. എങ്കിൽ ഈ 2026 ഉന്നത പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വ്യവസായ മേഖലകൾ മോശമാകുന്ന അവസ്ഥയിലേക്ക് മാറാം. വ്യവസായ ശാലകളൊക്കെ സ്വന്തമായിട്ട് നടത്തുന്നവർക്ക് അവിടെ നിന്ന് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ധനനഷ്ടമൊക്കെ വന്നു ചേരാം. സ്വന്തം വ്യവസായശാലകളെ വിൽക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. നഷ്ടത്തിൽ കലാശിക്കുന്ന വ്യവസായശാലകളെ വിൽക്കാൻ ശ്രമിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പലതരത്തിലുള്ള വെല്ലുവിളികളും നേരിടേണ്ടി വരുമെങ്കിലും ആത്മാർത്ഥത കൊണ്ട് നിങ്ങൾക്ക് അതിനെയും അതുപോലെ ആത്മവിശ്വാസം കൊണ്ടും ഈശ്വര പ്രാർത്ഥനകൾ കൊണ്ടും ഒക്കെ അതിനെ നിങ്ങൾക്ക്
കവർ ചെയ്യാനൊക്കെ ആയിട്ട് കഴിയുന്നതാണ്. അതിനെയൊക്കെ മറികടക്കാനായിട്ട് കഴിയുന്നതാണ്. സാമ്പത്തിക പരാധീനതകൾ ധാരാളമായിട്ട് അനുഭവപ്പെടുന്ന ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. ഈ വിഷുവർഷം വാഹനം മാറ്റി വാങ്ങാനോ പുതിയ വാഹനം വാങ്ങാനോ ഒക്കെ കുറച്ച് വില കൂടിയ തരത്തിലുള്ള വാഹനങ്ങൾ വാങ്ങാനോ ഒക്കെ യോഗം കാണുന്നുണ്ട്. മാതാവിനോ പിതാവിനോ ഒക്കെ രോഗാരിഷ്ടതകൾ പിടിപെടാനുള്ള സാഹചര്യവും വന്നു ചേരുന്നുണ്ട്. തൊഴിലിലെ സ്ഥാനചലനം, അതായത് സ്ഥാനമാറ്റം, ബന്ധുജനങ്ങളിൽ നിന്ന് സഹായമൊക്കെ കിട്ടാം. കോടതി കേസുകളുള്ളവർക്ക് വ്യവഹാര വിജയം ഉണ്ടാകാം. വ്യാപാരത്തിൽ ആദായം ലഭിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ബിസിനസ്സിനെയൊക്കെ വ്യാപാര വ്യവസായ വാണിജ്യ രംഗത്തൊക്കെ ആദായം ലഭിക്കുന്നത് കൊണ്ട് അതിനെയൊക്കെ കുറച്ചുകൂടി ഒരു നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നത് നന്നായിരിക്കും. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ്. ഷുഗർ രോഗങ്ങളുള്ളവർക്ക്, അതുപോലെ തന്നെ പ്രഷറൊക്കെ ഉള്ളവർക്ക് നല്ല രീതിയിലുള്ള ചികിത്സകളൊക്കെ ലഭ്യമാകുന്നത് നന്നായിരിക്കും. ഷുഗറിൻ്റെ ആ ഒരു അവസ്ഥ, ഷുഗർ ആധിക്യം വരുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പല അസുഖങ്ങളും പിടിപെടാനും അതുമൂലം കൂടുതൽ രോഗസാധ്യതകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ചികിത്സകളൊക്കെ എടുക്കുക. ആരോഗ്യകാര്യത്തിലൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കാം. വാഹന ലാഭം കാണുന്നുണ്ട്. പുതിയ വാഹനം മേടിക്കുന്നതിനോടൊപ്പം, വില കൂടിയ വാഹനമൊക്കെ മേടിക്കുന്നതിനോടൊപ്പം തന്നെ പഴയ വാഹനം മാറ്റി വാങ്ങാനൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ വളരെയേറെ സന്തോഷിക്കും. സന്താനങ്ങളുടെ പഠനമൊക്കെ കഴിഞ്ഞ് അവർ ആഗ്രഹിച്ച തരത്തിലുള്ള തൊഴിൽ കിട്ടുന്നത് കൊണ്ട് നിങ്ങളുടെ മനസ്സിന് വളരെ സന്തോഷം ഉളവാകുന്നുണ്ട്. സന്താന ഭാഗ്യം കാത്തിരിക്കുന്നവർക്ക് അത് തുണയ്ക്കുന്നതാണ്. ചികിത്സകളൊക്കെ ഫലപ്രദമാകുന്നൊരു വർഷമാണ്. ഉപരിപഠനം ആശ്രയിച്ചവർക്ക് അത് സാധ്യമാകുന്നുണ്ട്. യുവതി യുവാക്കളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ്. പ്രണയകർത്താക്കളാണെങ്കിൽ അവരുടെ ആ ഒരു പ്രണയം പൂത്തുലയാത്തത് കൊണ്ട് വലിയ വിഷമത്തിലാണ്. പക്ഷെ അത് മാതാപിതാക്കളുടെ ആ ഒരു ഇടപെടലുകളും മാതാപിതാക്കളുടെ സമീപനവും കൊണ്ട് അതിനും പരിഹാരമാകുന്ന ഒരു കാലമാണ്. പരിഹാരമായിട്ട് ശനീശ്വര പ്രാർത്ഥനകൾ നടത്തുന്നത് ഉത്തമമായിരിക്കും. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വ്യാപാര വിപണന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആദായമില്ലാത്തത് കൊണ്ട് നഷ്ടത്തിൽ പോകുന്ന ബിസിനസ്സൊക്കെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. പൊതുവെ നേരത്തെ നടത്തി വെച്ചിട്ട് ഇന്ന് ബിസിനസ്സിൽ ലാഭം ഉണ്ടാവും, നാളെ ലാഭം ഉണ്ടാവും, അങ്ങനെ ചിന്തിച്ച് അവസാനം ഇപ്പോൾ വലിയൊരു നഷ്ടത്തിലേക്ക് കലാശിച്ചുകൊണ്ടിരിക്കുകയാണ് 2025. അപ്പം അതുകൊണ്ട് അവരതൊക്കെ ഒന്ന് വിട്ട് പുതിയ ഒരു തലത്തിലേക്ക് മാറാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കും. ഇനിയും സാമ്പത്തിക ബാധ്യത വരുത്തി വയ്ക്കേണ്ടെന്ന് വെച്ചിട്ട് ആദായമല്ലാത്ത ബിസിനസ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതാണ്. തൊഴിൽ മാറ്റം സംഭവിക്കാം. ഇപ്പോൾ ഒരിടത്ത് നിന്ന് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നവർ അവിടെ നഷ്ടമായതുകൊണ്ട് അവിടെ അത് വിട്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് മാറാനായിട്ട് ആഗ്രഹിക്കും. കുടുംബത്തിലെ പലതരത്തിലുള്ള കലഹ സാധ്യതകളൊക്കെ വന്നുപെടുന്നുണ്ട്. പങ്കാളിത്ത ബിസിനസ്സും ഒക്കെ വിട്ട് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് മേലധികാരികളുടെ അപ്രീതിയൊക്കെ ഉണ്ടാകാം. സർക്കാർ ഉദ്യോഗത്തിലിരിക്കുന്നവരാണെങ്കിലും പ്രൈവറ്റ് ഉദ്യോഗത്തിലിരിക്കുന്നവർക്കാണെങ്കിലും മേലധികാരികളുടെ അപ്രീതി വന്നുഭവിക്കാം. അവരവരുടെ ആത്മാർത്ഥത കൊണ്ട് പല പ്രവൃത്തികളെയും തരണം ചെയ്തു പോകാനൊക്കെ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ സന്തോഷപ്രദമായിട്ട് പല കാര്യങ്ങളെയും നിങ്ങൾക്ക് നേരിടാനായിട്ട് കഴിയുന്നതാണ്. ഉന്നത പഠനം സാധ്യമാകുന്ന ഒരു വർഷമാണ്. വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാറ്റം ഈ വിഷുവർഷ മധ്യത്തോടുകൂടി സാധ്യമാകുന്നതാണ്. ജീവിത ചെലവുകൾ വർദ്ധിക്കുന്നത് മൂലം സാമ്പത്തിക ബാധ്യതകൾ നല്ലതുപോലെ നിങ്ങളെ അലട്ടുന്നതാണ്. ചെലവുകൾക്ക് വേണ്ടി മാത്രം പണം കണ്ടെത്തേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരുന്നുണ്ട്. നീക്കിവയ്പൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു ഭവിക്കുന്നുണ്ട്. സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ്. ഇതുവരെ കുട്ടികളില്ലാതിരുന്നവർക്ക് കുട്ടികൾ ഉണ്ടാകാനും സന്താന ഭാഗ്യമൊക്കെ കൈവരിക്കാൻ പറ്റുന്ന ഒരു വർഷമാണ്. അതോടൊപ്പം തന്നെ ഊഹാപോഹ കച്ചവടത്തിലെ പണം നിക്ഷേപിച്ചവർക്ക് നഷ്ടസാധ്യതകളും കാണുന്നുണ്ട്. ശാന്തമായ രീതിയിൽ എല്ലാ കാര്യത്തിലും ഇടപെട്ട് പ്രവർത്തിക്കുന്നത് മൂലം സൗമ്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു ഒരു ശാന്തമായ അവസ്ഥയിൽ കൈകാര്യം ചെയ്യാനുള്ള ആത്മവിശ്വാസം ഉണ്ടാകും. തൊഴിലിലെ പ്രൊമോഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായിട്ട് അവസരങ്ങൾ വന്നു ചേരുന്നുണ്ട്. പുത്രപൗത്രാദികൾക്ക് രോഗാരിഷ്ടതകൾ വന്നു ഭവിക്കുകയും അതുമൂലം ചികിത്സാ ചെലവുകളും ഒക്കെ ഉണ്ടാകുന്ന കാലമാണ്. നിങ്ങളെ പരീക്ഷാദികളിലൊക്കെ മത്സര പരീക്ഷകളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് വിജയം ഭവിക്കാം. വ്യാപാര വ്യവസായ രംഗത്ത് തൊഴിൽ തർക്കങ്ങളും തൊഴിൽശാലകളിൽ ശമ്പള വർധനവിന് വേണ്ടിയിട്ടുള്ള സമരം പോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതാണ്. സാമ്പത്തിക പരാധീനതകൾ നല്ലതുപോലെ അനുഭവിക്കുന്ന ഒരു വർഷമാണ്. എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസവും കഠിനാധ്വാനവും കഠിന പരിശ്രമവും കൊണ്ടൊക്കെ നിങ്ങൾക്ക് കൂടുതൽ പരാധീനതകളെ മറികടക്കാനൊക്കെ ആയിട്ട് കഴിയുന്നതാണ്. ബാങ്ക് ലോണുകളൊക്കെ ആശ്രയിച്ച് ഒരു നല്ല രീതിയിൽ തന്നെയുള്ള പരാധീനതകളെ നിങ്ങൾക്ക് മറികടക്കാനൊക്കെ ആയിട്ട് കഴിയുന്നതാണ്. ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കണം. പുതിയ ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും ഒക്കെ വന്നു ചേരാം. ഹനുമാന് കുങ്കുമാർച്ചനയോ അതുപോലെ തന്നെ ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുന്നത്, ശനിയാഴ്ച ദിവസം ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുന്നതും അതുപോലെ തന്നെ ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്ക് നല്ല ഒരു അനുഭവം ഉണ്ടാക്കുന്നതാണ്, ദോഷങ്ങൾ കുറഞ്ഞിരിക്കുന്നതിനായിട്ട്. മൂലം നക്ഷത്രം 2026 ഏപ്രിൽ 14 വിഷു ഫലമനുസരിച്ച്
വ്യാപാര വ്യവസായത്തുള്ളവരാണെങ്കിൽ അവർക്ക് ധാരാളം കഠിനാധ്വാനമൊക്കെ ചെയ്യേണ്ടി വരും. സ്വന്തമായിട്ട് വ്യവസായശാലകളുള്ളവർക്ക് തൊഴിൽ തർക്കങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ബന്ധുമിത്രാദികളുടെ കുടുംബത്തിലൊക്കെ പല മംഗളകർമ്മങ്ങളും നടക്കുകയും അതിലൊക്കെ പങ്കെടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. പൊതുവെ നിങ്ങൾക്ക് ശനി അനുകൂലസ്ഥനല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ശനിയുടെ കുറച്ച് ദോഷാധിക്യങ്ങൾ കൂടിയിരിക്കുന്നുണ്ടെങ്കിലും വിഷുഫലം അനുസരിച്ച് നിങ്ങൾക്ക് കുറേയേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിജയിക്കുന്നതാണ്. ധാരാളം പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോജക്റ്റുകളോ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുള്ളവർക്ക് അതിൽ നിന്നൊക്കെ നല്ല അനുകൂലമായിട്ടുള്ളൊരു കാലം തന്നെയാണ് വന്നു ചേരുന്നത്. ആദായമൊക്കെ അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ചിരകാലമായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന പല സംരംഭങ്ങളും ഒക്കെ തുടങ്ങണമെന്ന് വിചാരിച്ചിരുന്നവർക്കൊക്കെ ഈ സമയത്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വർഷമധ്യത്തോടു കൂടിയാണെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ നല്ല വിജയം പ്രതീക്ഷിക്കാം. ഉദ്യോഗ ലബ്ധിയൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക്, തൊഴിൽ കിട്ടാനൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക്, സർക്കാരിലായാലും പ്രൈവറ്റിലായാലും ജോലിയൊക്കെ ആഗ്രഹിച്ച് PSC ലിസ്റ്റിലൊക്കെ വന്നിട്ടുള്ളവർക്ക് അതിൽ നിന്നൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തൊഴിലൊക്കെ ലഭ്യമാകുന്നുണ്ട്. ഭരണാധികാരികളായിട്ടുള്ള ആളുകളിൽ നിന്ന് പല വിധത്തിലുള്ള ഉയർച്ചയും അതുപോലെ തന്നെ അധിക ജോലിഭാരവും അധികമായിട്ടുള്ള പ്രയത്നങ്ങളും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരു നേട്ടം പ്രതീക്ഷിക്കാം. കാരണം ഈ സർക്കാർ രംഗത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക്, സർക്കാർ തലത്തിലുള്ളവർക്കൊക്കെ ഭരണാധികാരികളിൽ നിന്നൊക്കെ നല്ല നേട്ടങ്ങളൊക്കെ അനുഭവയോഗ്യമാകുന്ന ഒരു വർഷമാണ്. വിദേശ യാത്രകളൊക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. പരീക്ഷാദികളിലൊക്കെ ഉന്നത വിജയം പ്രതീക്ഷിക്കാം. ഇതുവരെ മത്സര പരീക്ഷ എഴുതിയിട്ടും മറ്റു പരീക്ഷകളൊക്കെ എഴുതിയിട്ട് തോൽവിയൊക്കെ സംബന്ധിച്ചിരുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം പ്രതീക്ഷിക്കാം. മാതാവിന് അരിഷ്ടതകൾ, രോഗാരിഷ്ടതകളൊക്കെ കാണുന്നുണ്ട്. അസൂയാലുകളുടെയും ശത്രുക്കളുടെയൊക്കെ പലവിധത്തിലുള്ള എതിർപ്പുകളും ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വർഷാവസാനം ശത്രുദോഷങ്ങളൊക്കെ വർദ്ധിക്കാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. നൂതന സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ തീരുമാനിക്കുകയും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കഴിയുന്നതാണ്. കൂട്ടുവ്യവസായം, ബിസിനസ്സും ഒക്കെ ചെയ്യാതിരിക്കുന്നത് ഉത്തമമായിരിക്കും. വിവാഹാദി മംഗള കർമ്മങ്ങളും ഒക്കെ നിങ്ങൾക്ക് നടക്കുന്നുണ്ട്. വിവാഹം നടക്കാത്ത യുവജനങ്ങൾക്ക് വിവാഹമൊക്കെ നടക്കാൻ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ചെറിയ തോതിലൊക്കെ ഉടലെടുക്കാം. അതായത് വാതപിത്ത അപരോഗങ്ങൾ, നിർദോഷ രോഗങ്ങളും ഒക്കെ മൂർച്ഛിക്കാനായിട്ട് ദോഷങ്ങളൊക്കെ മൂർച്ഛിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് അതിനു വേണ്ട തക്ക ചികിത്സകളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. പുണ്യതീർത്ഥ യാത്രകൾ അതുപോലെ തന്നെ തീർത്ഥാടനങ്ങൾക്കൊക്കെ യോഗം വന്നു ഭവിക്കുന്നുണ്ട്. ധനാഗമനമൊക്കെ വർഷാവസാനം വരാം. പക്ഷെ എത്രയേറെ ധനം വന്നാലും ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കയ്യിൽ ചിലപ്പോൾ എത്രയേറെ പണം വന്നാലും കയ്യിലൊന്നും നിൽക്കാത്ത രീതിയിൽ അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ധനനാശം വന്നു പോകുന്നൊരു സംഭവം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അത് വളരെ വിജിലൻ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. കലാരംഗത്തുള്ളവർക്ക് പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കാം. പരിഹാരത്തിനായിട്ട് വ്യാഴാഴ്ച ദിവസം കൃഷ്ണന് ഭാഗ്യസൂക്തം, അതുപോലെ തന്നെ ഭാഗ്യസൂക്ത പാരായണം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, തുളസിമാല അർച്ചന ഇതൊക്കെ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന 2026 വിഷു ഫലമനുസരിച്ച് പുതിയ അവസരങ്ങളും പുതിയ മാർഗങ്ങളും ഒക്കെ തുറന്നു കിട്ടുന്നതാണ്. ശനിദോഷം നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിലും പൊട്ടൻഷ്യലായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു വർഷമാണ്. വെല്ലുവിളികൾ പലതും ഏറ്റെടുക്കേണ്ടി വരും. ശത്രുക്കളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാകാം. പല രംഗത്തും അസൂയാലുക്കളും ശത്രുക്കളും ഒക്കെ നിങ്ങളെ കർമ്മനിരതരായിട്ടിരുന്ന് ശല്യം ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. കഠിന പരിശ്രമത്തിലൂടെ നിങ്ങൾക്ക് വിജയം വരിക്കാനൊക്കെ കഴിയുന്ന ഒരു വർഷം തന്നെയാണ്. നല്ലതുപോലെ കഠിനാധ്വാനം ചെയ്യുക, അലസതയും മടിയും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് വിജയം ഭവിക്കാനൊക്കെ വന്നു ചേരുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ യഥാസമയം ചികിത്സകൾ, വൈദ്യ ചികിത്സകളൊക്കെ തേടുന്നത് നന്നായിരിക്കും. ശനിയുടെ ഒരു ഗോചരം എന്ന് പറയുന്നത് ആരോഗ്യ കാര്യത്തിലും സാമ്പത്തിക കാര്യത്തിലും ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് വർഷാവസാനം നല്ല തൊഴിലൊക്കെ ലഭിക്കുന്നതാണ്. ഉദ്യോഗത്തിലെ പ്രമോഷൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രമോഷനും സാഹചര്യങ്ങൾ തെളിയുന്നുണ്ട്. അവിചാരിതമായിട്ടുള്ള പല നേട്ടങ്ങളും, പല ധന നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വർഷമാണ്. പൊതുവിൽ പറഞ്ഞാൽ കുടുംബത്തിലെ ഒരു സമാധാനവും ഐക്യവും സന്തോഷവും ഒക്കെ കളിയാടുന്നതാണ്. കഠിന പരിശ്രമം ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ വർഷം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നത്. വാഹനം വാങ്ങാനോ വിൽക്കാനോ ഒക്കെ യോഗം കാണുന്നു. വിവാഹ സംബന്ധമായിട്ട് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉദയം ചെയ്തേക്കാം. വിവാഹ തീരുമാനമാവുകയും പിന്നെ അത് നടക്കാതെ വരികയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ വിവാഹ കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കേണ്ടി വരാം. അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ പ്രാർത്ഥനകളൊക്കെ നടത്തി വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമാക്കാം. പ്രത്യേകിച്ച് വിവാഹ കാര്യത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് നോക്കിയിട്ട് ജാതകം പരിശോധിച്ച് അതിന് തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വിവാഹം, യുവജനങ്ങളുടെ വിവാഹം നടക്കുന്നതാണ്. പൊതുവെ തൃപ്തികരമായിരിക്കുന്ന കാര്യങ്ങളാണ് വർഷാവസാനത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ കൃഷ്ണന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പാൽപ്പായസം,
വഴിപാടായിട്ട് കഴിക്കുന്നതും അതുപോലെ തന്നെ കളഭം ചാർത്ത് ഇതൊക്കെ നടത്തുന്നതും ഒക്കെ വളരെ നന്നായിരിക്കും. തുളസിമാല കൃഷ്ണക്ഷേത്ര ദർശനം നടത്തിയിട്ട് വീടിനടുത്തുള്ള കൃഷ്ണന്റെ അമ്പലത്തിലെ ദർശനം നടത്തി തുളസിമാല ഭഗവാന് സമർപ്പിക്കുന്നത്, നിങ്ങൾക്ക് മാല കെട്ടാൻ അറിയുമെങ്കിൽ ശുദ്ധമായിട്ട് കഴുകി വൃത്തിയാക്കി ശുദ്ധയോടുകൂടി ഏകാഗ്രതയോടും മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി നിങ്ങൾ തന്നെ മാല കെട്ടി ഭഗവാൻ അർപ്പിക്കുന്നതും ഒക്കെ വളരെ നന്നായിരിക്കും. അതുപോലെ നിരന്തരമായിട്ട് ശ്രീസൂക്തം ഭാഗ്യസൂക്തം എല്ലാ വ്യാഴാഴ്ചയും സന്ധ്യാസമയത്ത് പാരായണം ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും. 5 തിരിയിട്ട നിലവിളക്കിന് മുന്നിലിരുന്ന് നെയ്വിളക്കിന് മുന്നിലിരുന്ന് ഭാഗ്യസൂക്തം ശ്രീസൂക്തം ഒക്കെ നിങ്ങൾ പാരായണം ചെയ്യുന്നത് നിങ്ങളുടെ കുറേയേറെ ധനനേട്ടങ്ങൾക്കും നിങ്ങളുടെ ആദായങ്ങൾക്കും ഒക്കെ നല്ലതാണ്. വ്യവഹാര വിജയമൊക്കെ ഉണ്ടാകുന്നതാണ്. കേസ് കോടതിയൊക്കെ ഉള്ളവർക്ക് വ്യവഹാരത്തിലൊക്കെ വിജയം വന്നു ഭവിക്കുന്നതാണ് വർഷ അവസാനത്തോടു കൂടി. ഉത്രാടം നക്ഷത്രക്കാർക്ക് പൊതുവിൽ ഈ 2026 വിഷു എന്ന് പറയുന്ന വിഷുഫലം അനുസരിച്ച് പൊതുവായിട്ട് പറഞ്ഞാൽ ശനിയുടെ മാറ്റവും വ്യാഴത്തിന്റെ ഗോചരവും ഇവർക്ക് ഗുണം ചെയ്യുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ച് ടൈറ്റും കുറച്ച് പിടുത്തമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പൊതുവായിട്ട് അതൊക്കെ ഒന്ന് മാറി നിങ്ങളുടെ കാലം തെളിയുന്നതാണ്. സാമ്പത്തിക സ്ഥിരതയില്ലായ്മയൊക്കെ ഉണ്ടാകുന്ന കാലമായിരുന്നു ഇതുവരെയെങ്കിലും അതൊക്കെ ഒന്ന് മാറി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുവരെ ഉണ്ടായിരുന്ന കടബാധ്യതകളൊക്കെ പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും ഒരു 99% മാറ്റാനൊക്കെ ആയിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ്. നേരത്തെ ഉണ്ടായിരുന്ന മെന്റൽ സ്ട്രെസ് അതുപോലെ തന്നെ ഉണ്ടായിരുന്ന തൊഴിലിലുണ്ടായിരുന്ന സ്ട്രെസ്സുകളൊക്കെ കുറയുന്നതാണ്. പ്രത്യേകിച്ച് ഈ വർഷം തീർച്ചയായിട്ടും പുതിയ തൊഴിലവസരങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭ്യമാകുന്നതാണ്. പുതിയ തൊഴിലിലൊക്കെ പ്രവേശിക്കാവുന്നതാണ്. വിശ്വസ്തമായ പല വഴികളും തുറന്നു കിട്ടുന്നതാണ് നിങ്ങളുടെ മുന്നിൽ. ആ വിശ്വസ്തമായ വഴികൾ തുറന്നു കിട്ടുന്നതിനോടൊപ്പം തന്നെ അതിലൂടെ നിങ്ങൾക്ക് ആദായവും സാമ്പത്തിക നേട്ടവും കൈവരിക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി അതിനെ കണ്ടുകൊണ്ട് കർമ്മരംഗത്ത് മുന്നോട്ട് പോയാൽ ധാരാളം നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയും. ശക്തമായൊരു ബിസിനസ് രംഗത്ത് പല മാറ്റങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഉത്തരവാദിത്തങ്ങൾ കുടുംബത്തിലായാലും അതുപോലെ കർമ്മരംഗത്തായാലും വർദ്ധിക്കുന്നതാണ്. വ്യാപാര വ്യവസായികൾ ഏപ്രിൽ മുതൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഉയർച്ച അനുഭവപ്പെടുകയും അതുപോലെ തന്നെ ചെലവുകളും വർദ്ധിക്കുന്ന ഒരു കാലം. സാമ്പത്തിക വ്യയം നല്ലതുപോലെ വന്നു ഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഈ വർഷാവസാനം നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സാമ്പത്തിക ബാധ്യത വരാതിരിക്കാൻ പ്രത്യേകം നോക്കുക. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പല എതിർപ്പുകളും പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് ബിസിനസ്സുകാർക്ക്. അതുകൊണ്ട് അതിനെയൊക്കെ നിങ്ങൾ ഒരു പരിധിവരെ മാറ്റിവെക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. കലാരംഗത്തുള്ള ആളുകൾക്കാണെങ്കിലും സിനിമാ നാടക രംഗത്തുള്ളവർക്കാണെങ്കിൽ പുരസ്കാര ലബ്ധി അംഗീകാരം പ്രശസ്തി ഇവയൊക്കെ ലഭിക്കുന്നതാണ്. പുണ്യതീർത്ഥ യാത്രകളൊക്കെ ചെയ്യാൻ അവസരങ്ങൾ വരുന്നുണ്ട്. പുണ്യതീർത്ഥ യാത്രകൾ കുടുംബസമേതം ചെയ്യാനായിട്ട് യോഗം കാണുന്നുണ്ട്. കോടതി കേസ് ഇങ്ങനെയുള്ള വ്യവഹാരങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൽ വിജയം കൈവരുന്നതാണ്. നിങ്ങളുടെ ബന്ധുക്കളുമായിട്ടുള്ള സഹായത്തോടുകൂടി ബന്ധുമിത്രാദികളുടെ സഹായത്തോടുകൂടി പല കാര്യങ്ങളും നേരത്തെ ചെയ്തു വച്ചിട്ടുണ്ടെങ്കിലും അവരുമായിട്ട് ഇപ്പോൾ ഒരു ചെറിയ ഒരു കലഹത്തിനോ അവരുടെ അപ്രീതിക്കോ ഒക്കെ കാര്യങ്ങൾക്കൊക്കെ വഴി ഭവിക്കുന്ന പല കാര്യങ്ങളും സംസാരങ്ങളും ഒക്കെ വന്നു ചേരാം. അതുകൊണ്ട് ബന്ധുമിത്രാദികളുമായിട്ടുള്ള ആ ഒരു അകൽച്ച നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തികമായും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ സമാധാനം കൈവരിക്കാനായിട്ട് ശനിയാഴ്ച ദിവസം ശാസ്താവിന് വഴിപാട് അതുപോലെ എള്ള് പായസം വഴിപാട് കഴിക്കുന്നതും നീല ശംഖുപുഷ്പം കൊണ്ട് അർച്ചന ചെയ്യുന്നതും അതുപോലെ തന്നെ നീരാഞ്ജനം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല നിങ്ങളായിട്ട് തന്നെ പോയിട്ട് നീരാഞ്ജനം സമർപ്പിക്കുന്നതും ഒക്കെ നന്നായിരിക്കും. തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ 2026 വിഷു ഫലം അനുസരിച്ചിട്ട് വ്യാപാര വ്യവസായ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അഭിവൃദ്ധിയും ധനനേട്ടവും ഒക്കെ വന്നു ചേരുന്നതാണ്. ശനിയുടെ ആ ഒരു അനുകൂല നിലപാട് നിങ്ങൾക്ക് ഇനി ഇവിടുന്ന ഗുണങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നതാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഒരു അനുകൂലമായ സമയം തന്നെയാണ്. മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുന്നുണ്ട്. യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമാകുന്നതാണ്. അന്യദേശവാസം അതായത് വീട് വിട്ട് മാറി താമസിക്കേണ്ടതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം. അവർക്ക് സജ്ജന ബഹുമതിയും അതുപോലെ മറ്റുള്ളവരുടെ അംഗീകാരവും പ്രശസ്തിയും ഒക്കെ കിട്ടുന്നതാണ്. അധികാരമൊക്കെ കയ്യിൽ വരുന്ന ഒരു കാലഘട്ടമാണ് തിരുവോണ നക്ഷത്രക്കാർക്ക്. യാത്രാ ചെലവുകൾ ധാരാളമായിട്ട് അധികരിക്കുന്നതാണ്. ഒരു കാര്യത്തിന് 10 പ്രാവശ്യം പോകേണ്ടതായിട്ടൊക്കെ വന്നു ചേരാം. എല്ലാ കാര്യത്തിനും ഇറങ്ങുമ്പോൾ ഒരു പ്രതിബന്ധം ചിലപ്പോൾ നിങ്ങളെ ബാധിക്കാം. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ പ്രാർത്ഥനകൾ ഈശ്വരാധീനം ഉണ്ടാക്കിയെടുക്കാം. നല്ലതുപോലെ ഈശ്വര പ്രാർത്ഥനകളൊക്കെ ചെയ്യാം. ശത്രുദോഷം കർമ്മരംഗത്ത് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വന്നു ഭവിക്കുന്നത് കൊണ്ട് ശത്രുദോഷം വന്നു ഭവിക്കുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിജയത്തിലെത്തിക്കാനായിട്ട് വെല്ലുവിളികളൊക്കെ ഉണ്ടാകാം. ഗുരുജനങ്ങൾ പിതൃ ക്ലേശം ഉണ്ടാകുന്ന അനുഭവയോഗ്യമാകുന്നതാണ്. അതായത് അച്ഛനമ്മമാർക്കോ ഗുരുജനങ്ങൾക്കോ ഒക്കെ ചികിത്സയോ അസുഖങ്ങളൊക്കെ വരികയും അവരെ നോക്കേണ്ടതായിട്ട് വരികയും അതുകൊണ്ട് സാമ്പത്തിക ചെലവുകളൊക്കെ നിങ്ങൾക്കുണ്ടാകാം. വാഹനം വസ്തു ഇവയൊക്കെ വാങ്ങാനായിട്ട് യോഗം കാണുന്നു. വസ്തു വാങ്ങി അതിൽ വീട് പണിയാനും ഗൃഹപ്രവേശം നടത്താനും ഒക്കെ യോഗമുണ്ട് ഈ ഒരു വിഷു വർഷത്തില്. ദാമ്പത്യ ദുരിതം ഭാര്യയും ഭർത്താവുമായിട്ട് ചില വാക്കുകളോ സംസാരങ്ങളോ ഒക്കെ വരികയും അത് ദാമ്പത്യ ദുരിതമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. പങ്കാളികളുമായിട്ട് രമ്യതയിൽ വർത്തിക്കുന്നത് വളരെ നന്നായിരിക്കും. സന്താനങ്ങൾക്ക് വേണ്ടി പണച്ചെലവുകൾ സന്താനങ്ങളുടെ പഠനം വിദ്യാഭ്യാസം അതുപോലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പണച്ചെലവുകൾ അധികരിക്കുന്നതാണ്. തൊഴിൽ ശാലകളിൽ തർക്കങ്ങളും ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉദയം ചെയ്തേക്കാം. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കേണ്ടതായിട്ടും വന്നു ഭവിക്കുന്നുണ്ട്. ചിലവുകൾ അധികരിക്കുന്നതായ ധാരാളം പണം കണ്ടെത്തേണ്ട സാഹചര്യങ്ങൾ വരാം.
ഒന്നോ രണ്ടോ മൂന്നോ ഇതിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റുകളിൽ നിന്നോ ഒന്നോ രണ്ടോ മൂന്നോ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പണം കണ്ടെത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. സന്താനങ്ങളുടെ കാര്യത്തിൽ സമാധാനവും സന്തോഷവും കൈവരിക്കാനായിട്ട് കഴിയുന്നതാണ്. സന്താനങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി വർഷാവസാനത്തോടു കൂടി അവർ മിടുക്കരാവി അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ നമുക്ക് സമാധാനവും സന്തോഷവും കൈവരുന്നതാണ്. കഠിന പരിശ്രമം ചെയ്യുന്നത് മൂലം അലസതയൊക്കെ മാറ്റിവെച്ച് ആരോഗ്യ പ്രശ്നങ്ങളിലൊക്കെ നല്ല ശ്രദ്ധ ചെലുത്തി അതുമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വർഷാവസാനം നിങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാം. പുതിയ ബന്ധങ്ങളും സൗഹൃദങ്ങളും വന്നു ചേരുകയും അവയെ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ സംരംഭങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആദായം പ്രതീക്ഷിക്കാവുന്നതാണ്. ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുന്നതിനായിട്ട് നല്ല രീതിയിലുള്ള ഗുണാധിക്യം കൂടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ശനിയാഴ്ച ദിവസം ശാസ്താവിനെ ഭജിക്കുന്നത് നന്നായിരിക്കും. അവിട്ടം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ 2025-24 വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷത്തെ വിഷു വർഷം എന്ന് പറയുന്നത് വളരെ ഭാഗ്യവും സാമ്പത്തിക പുരോഗതിയുമുള്ള ഒരു വർഷം തന്നെയാണ്. ധാരാളം പ്രതിസന്ധികളൊക്കെ അനുഭവിച്ചു പോരുന്നൊരു കാലഘട്ടമാണ് ഈ 2025 വിഷു വർഷം എന്ന് പറയുന്നത്. സമാധാനപരമായിട്ട് ഇരിക്കുന്ന ഒരു കാലമായിരിക്കും. അധിക തൊഴിൽ ഭാരം വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ സ്ട്രെസ്സും കൂടുന്നൊരു കാലമാണ്. മെന്റൽ സ്ട്രെസ്സും ഫിസിക്കൽ സ്ട്രെസ്സും നല്ലതുപോലെ നിങ്ങൾക്ക് വർദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. സാമ്പത്തിക പുരോഗതി കൈവരിക്കാനുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വർഷമാണ്. തൊഴിലിലാണെങ്കിലും നല്ല നേട്ടങ്ങൾ ഉണ്ടാകും. കർമ്മരംഗത്ത് ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നതാണ്. കരിയറിൽ പല നേട്ടങ്ങളും നിങ്ങൾക്ക് അവസരങ്ങളും നിങ്ങളുടെ മുന്നിൽ തുറന്നു വരുന്നതാണ്. വലിയ നിക്ഷേപങ്ങളോ പ്രോജക്റ്റുകളോ ഒക്കെ നടത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതിൽ നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുക. ഒരുപാട് പണം കടം മേടിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ കുറേശ്ശെയായിട്ട് കാര്യങ്ങളുടെ നീക്കിയിരിപ്പ് നോക്കിയതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. കൂട്ട് പങ്കാളിത്ത ബിസിനസ്, കൂട്ട് കച്ചവടം ഇതൊക്കെ ഒരു പരിധിവരെ നിങ്ങൾ നിയന്ത്രിക്കുന്നതും നന്നായിരിക്കും. ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഗുണങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങിയതിന് ശേഷം മാത്രം പൂർണ്ണമായിട്ട് അതിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യപരമായിട്ട് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ലതാണ്. ജാതകവും ഗോചരവശാലുള്ള ദശാകാലവും അന്തർദശാകാലവും ഒക്കെ പരിശോധിച്ച് നല്ല രീതിയിൽ കാര്യങ്ങൾ പ്രാർത്ഥനകളോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. വേണമെങ്കിൽ നല്ലൊരു ദൈവത്തിനെ കണ്ട് നിങ്ങളുടെ ജാതകമൊക്കെ പരിശോധിക്കുക. അതിനെന്തെങ്കിലും പരിഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തതിന് ശേഷം മാത്രം പണം ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ്സുകൾ ആരംഭിക്കുന്നത് ഉത്തമമായിരിക്കും. 7 ശനിയുടെ അവസാന ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന കാലമാണ്. കഠിനാധ്വാനികളായതുകൊണ്ട് തന്നെ സമ്പത്ത്, വിജയം ഇവ നേടാനൊക്കെ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വാഹനം സൂക്ഷിച്ച് ഉപയോഗിക്കുക. വാഹനാപകടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് മന്ത്രങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ദേവതാ മന്ത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിരന്തരമായിട്ട് ജപിച്ചുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കാൻ ശ്രമിക്കുക. പരീക്ഷാദികളിലൊക്കെ പരാജയങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രാർത്ഥനകൾ സ്വായത്തമാക്കിയതിന് ശേഷം പരീക്ഷകൾക്കൊക്കെ എഴുതാനായിട്ട് പോവുക. വിദ്യാഗുണമുള്ള യന്ത്രങ്ങളോ ഏലസുകളോ ഒക്കെ ധരിക്കുക. നല്ല പ്രാർത്ഥനകളൊക്കെ സ്വായത്തമാക്കുക. ശനിയാഴ്ച വ്രതം എടുക്കുന്നത് കൂടുതൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുന്നതിന് ഉത്തമമാണ്. ശനിയാഴ്ച ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതായിരിക്കും. ചതയം നക്ഷത്രക്കാർക്ക് 2026 വിഷുവലം അനുസരിച്ച് 7 ശനിയുടെ അവസാന കാലഘട്ടം കടന്നു പോവുകയാണ്. ഇവർക്ക് ശനിയൊക്കെ ഇപ്പം അനുകൂലത്തിലേക്ക് മാറുന്ന ഒരു കാലഘട്ടമാണ്. സന്തോഷം, സന്താനങ്ങളുടെ കാര്യത്തിലും കുടുംബത്തിലും ഒക്കെ പല കാര്യങ്ങളും സന്താനങ്ങൾക്കും ഒക്കെ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് സന്തോഷം ആധിക്യമുള്ള ഒരു വർഷം തന്നെയാണ്. കലാകായിക രംഗത്ത് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പരാജയങ്ങളൊക്കെ വന്നു ചേരാം. വിദേശയാത്ര ആഗ്രഹിച്ചവർക്ക് ധാരാളം തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. സാമ്പത്തിക ആനുകൂല്യം കിട്ടാനൊക്കെ ചിലപ്പോൾ താമസം വന്നു ചേരാം. സർക്കാരിൽ നിന്നൊക്കെ നിങ്ങളുടെ ആനുകൂല്യമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തടസ്സങ്ങളുണ്ട്. അതോടെ മാറി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് വർഷാവസാനത്തോടു കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്. കുടുംബത്തിലെ അംഗങ്ങൾക്ക് രോഗാരിഷ്ടതകൾ, പ്രായമായ മാതാപിതാക്കൾക്കൊക്കെ രോഗാരിഷ്ടതകളൊക്കെ വന്നു ചേരാനൊക്കെ യോഗം കാണുന്നുണ്ട്. യാത്രാ ചിലവുകൾ, യാത്രാ ക്ലേശങ്ങളൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് കൊണ്ട് യാത്രാ ചിലവുകളും ക്ലേശങ്ങളും ഉണ്ടാകാം. സാമ്പത്തിക പരാധീനത വന്നുകൂടുമെങ്കിലും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നത് മൂലം സാമ്പത്തിക പരാധീനതയൊക്കെ ഒരു പരിധിവരെ നിങ്ങൾക്ക് മാറ്റിവെക്കാനായിട്ട് സാധിക്കുന്നതാണ്. മറ്റുള്ളവരുടെ സഹായം കൊണ്ട് പല കാര്യങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്ത് നല്ല സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് പല കാര്യങ്ങളെയും തരണം ചെയ്തു പോകാനൊക്കെ ആയിട്ട് കഴിയുന്നതാണ്. പല രംഗത്തും നിങ്ങൾക്ക് ആശ്വാസം തോന്നുന്ന പല പ്രവൃത്തികളും നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്തു തീർക്കാനായിട്ട് കഴിയുന്നതാണ്. വ്യാപാരാദികളിൽ ചെറിയ തോതിൽ വർഷമധ്യത്തോടു കൂടി അഭിവൃദ്ധി ഉണ്ടാവുകയും അതിൽ നിന്ന് ചെറിയ ചെറിയ ധനനേട്ടങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാം. സഹോദര സ്ഥാനത്തുള്ളവരുമായിട്ട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനത്തുള്ളവരുമായിട്ട് തർക്കങ്ങളോ കലഹങ്ങളോ ഒക്കെ ഉണ്ടാകാം. അത് വളരെ ശ്രദ്ധയോടുകൂടി മാത്രം കൈകാര്യം ചെയ്യുക. ഭൂമിയുമായി ബന്ധപ്പെട്ട ക്രയവിക്രയത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും വ്യവഹാരം വരാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഭവന നിർമ്മാണം പൂർത്തിയാക്കി ഈ വർഷാവസാനത്തോടു കൂടി നിങ്ങൾക്ക് പുതിയ ഭവനത്തിൽ താമസയോഗ്യമാക്കി ഗൃഹപ്രവേശമൊക്കെ നടത്താം. പുതിയ സംരംഭങ്ങളോ തൊഴിൽ മേഖലകളോ ഒക്കെ കണ്ടെത്തുകയും അതിലൂടെ വർഷാവസാനം ധനാഗമനവും ഒക്കെ വന്നു ചേരുന്നതാണ്. ശനീശ്വര പ്രീതി നല്ലതുപോലെ വരുത്തി ദോഷഫലങ്ങൾ കുറയ്ക്കുകയും വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിന് തുളസിമാലയോ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയോ ഒക്കെ ചെയ്യുന്നതും നല്ലതാണ്.
ചൊവ്വാഴ്ച ദിവസം മുരുകന് ഭസ്മാഭിഷേകം, പനിനീരഭിഷേകം, പഞ്ചാമൃതം ഇതുപോലെയുള്ള അഭിഷേകങ്ങളൊക്കെ നടത്തുന്നതും മുരുകക്ഷേത്ര ദർശനം നടത്തുന്നതും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് വളരെ ഉത്തമമായിരിക്കും. പൂരോരുട്ടാതി നക്ഷത്രം. പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഏഴര ശനിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് വിഷുഫലം നേട്ടങ്ങൾ കൊണ്ട് തരുന്നുണ്ടെങ്കിലും അതൊന്നും അനുഭവയോഗ്യമാകാനായിട്ട് സാധിച്ചിരുന്നില്ല. എങ്കിലും ഈ 2026 എന്ന് പറയുന്ന വർഷത്തിലെ വിഷു വർഷം ഒരുപാട് ആശ്വാസവും ഒരു തണുത്ത കാറ്റ് പോലെ വീശി നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാലമാണ്. പല അവസരങ്ങളും, മികച്ച അവസരങ്ങളും നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതാണ്. കരിയറുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും സഹപ്രവർത്തകരും അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടൊക്കെ കൂടിച്ചേർന്ന് അതിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടങ്ങളൊക്കെ ഈ വർഷാവസാനത്തിൽ വന്നു ചേരും. ഇപ്പോഴേ തുടങ്ങി വയ്ക്കുന്ന പുതിയ സംരംഭങ്ങളൊക്കെ ഒരു നല്ല നേട്ടത്തിലേക്ക് ഈ വർഷാവസാനം എത്തിപ്പെടുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ സാമാന്യ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. വർഷപകുതിയിൽ സാമ്പത്തിക പരാധീനത ഉണ്ടാകുമെങ്കിലും വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിനെ കവർ ചെയ്ത് പോകാനൊക്കെ കഴിയും. ആരോഗ്യം മോശമാകുന്ന പല കാര്യങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് പുതിയ രീതിയിലുള്ള ചികിത്സകളോ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഡോക്ടർമാരുടെ ഒപ്പീനിയൻ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എക്സസൈസോ നല്ല ഭക്ഷണ രീതികളോ വ്യായാമ മുറകളോ യോഗ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിനും കൂടെ കുറച്ച് റിലീഫ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒരു ആശ്വാസം ഉണ്ടാകുന്നതാണ്. പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറി തൊഴിലൊക്കെ കിട്ടുന്നതാണ്. സ്ഥലം മാറ്റമോ സ്ഥാനക്കയറ്റമോ ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന വർഷം തന്നെയാണ്. സാമ്പത്തിക കാര്യത്തിൽ വർഷാവസാനത്തോടു കൂടി ആശ്വാസം വരുന്നുണ്ടെങ്കിലും ഒരുപാട് പണച്ചെലവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് നിങ്ങൾ വല്ല നിക്ഷേപങ്ങളൊക്കെ നേരത്തെ നിക്ഷേപിച്ചിരുന്ന ഏതെങ്കിലും ചിട്ടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും സമ്പാദ്യ പദ്ധതികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഏതെങ്കിലും ചെറിയ ചെറിയ ജ്വല്ലറികൾ, സ്വർണ്ണക്കടകളിലൊക്കെ നിങ്ങൾ ചിട്ടികളൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ അതുമൊക്കെ വട്ടെത്തി നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ആദായം കിട്ടുന്നതാണ്. കുടുംബത്തിലെ സമാധാനവും സന്തോഷവും ഒക്കെ കൈവരിക്കാനായിട്ട് കഴിയുന്ന ഒരു വർഷമാണ്. നിങ്ങളുടെ പ്രവൃത്തിയും സമചിത്തതയോടെയുള്ള തീരുമാനങ്ങളും അതുമൊക്കെ ആശ്വാസം കൈവരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. വിവാഹം കാത്തിരിക്കുന്ന യുവജനങ്ങൾക്ക് ഗോചരവശാല് വിവാഹം നടക്കാനുള്ളൊരു യോഗവും കാണുന്നുണ്ട്. ബുധനാഴ്ച ദിവസം കൃഷ്ണന് പാൽപ്പായസം, അതുപോലെ തന്നെ നവഗ്രഹ പൂജ, അതുപോലെ കൃഷ്ണന് തുളസിമാലയൊക്കെ അർപ്പിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ ആശ്വാസം ഉണ്ടാകുന്നതാണ്. ഒരു 21 ബുധനാഴ്ചയോ 11 ബുധനാഴ്ചയോ നിരന്തരമായിട്ട് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി പാൽപ്പായസം കഴിക്കുക. അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ പാൽപ്പായസവും എല്ലാ ആഴ്ചയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ഭഗവാന് ചെയ്യുന്നത് നിങ്ങളുടെ ദോഷപരിഹാരങ്ങൾക്ക് ഉത്തമമായിരിക്കും. ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് 2026 എന്ന് പറയുന്ന ഈ വിഷു വർഷം പൊതുവെ വസ്തു, വാഹനം ഇവയൊക്കെ വാങ്ങാനും ഭൂമി വാങ്ങാനും ഒക്കെ യോഗം കാണുന്നുണ്ട്. ജോലി ചെയ്യുന്നിടത്ത് പുതിയതായിട്ടുള്ള അവസരങ്ങളും നേട്ടങ്ങളും ഉത്തരവാദിത്തങ്ങളും വന്നു ചേരുന്നതാണ്. ശത്രുക്കളെ കൊണ്ടുള്ള ശല്യം കുറയുന്നതും സാമ്പത്തിക പരാധീനത അനുഭവിച്ചിരുന്നവർക്ക് അതിൽ നിന്ന് ചെറിയ തോതിലുള്ള ഒരു ആശ്വാസവും വന്ന് ലഭിക്കുന്നതാണ്. പ്രമേഹാദി രോഗങ്ങളുള്ളവർക്ക് അതൊക്കെ മൂർച്ഛിക്കുന്നതും അതിന് ചികിത്സകളൊക്കെ തേടേണ്ടതായിട്ട് വരാം. ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർ അതിൽ ചികിത്സകളൊക്കെ തേടുക. അതിന് വേണ്ടതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള എക്സസൈസുകളോ പ്രാർത്ഥനകളൊക്കെ സ്വായത്തമാക്കി ആരോഗ്യ രംഗം വഷളാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ വാദമായിട്ട് ബന്ധപ്പെട്ട വാദപിത്ത രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് അത് മൂർച്ഛിക്കാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. മെന്റൽ സ്ട്രെസ് ധാരാളം തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നതാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. എങ്കിലും അതിനെയൊക്കെ കവർ ചെയ്ത് വേണം നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും വിജയം വരിക്കാനായിട്ട്. നൂതന സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം വന്നു ചേരുന്നുണ്ട്. പ്രണയബന്ധങ്ങളിൽ ധാരാളമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം. ചില പ്രണയബന്ധങ്ങൾ വിവാഹത്തിൽ കലാശിക്കുന്നതാണ്. ഗുരുജനങ്ങളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ഉന്നത പഠനം സാധ്യമാകുന്ന വർഷമാണ്. ഇതുവരെ ഉന്നത പഠനം ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്നവർക്ക്, പോയിട്ടൊന്നും ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വിദേശത്ത് കഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല ഒരു സമയം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശനി ജന്മത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും അവർക്ക് മാറ്റങ്ങൾ വിഷുവർഷം കൊണ്ടുതരുന്നതാണ്. കുടുംബത്തിലെ മംഗളകാര്യങ്ങളൊക്കെ നടക്കാൻ യോഗം കാണുന്നുണ്ട്. ജോലി, കർമ്മരംഗം ഇതൊക്കെ പല വിധത്തിലുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങളെ തേടി വരുന്നതാണ്. കർമ്മരംഗത്ത് പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. അത് നമ്മുടെ മുന്നിലുള്ള അവസരങ്ങളെ കണ്ണു തുറന്ന് കണ്ട് അത് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം. രാഷ്ട്രീയ രംഗത്തും കലാകായിക രംഗത്തും സാമൂഹിക രംഗത്തുള്ളവർക്ക് അംഗീകാരവും പ്രശസ്തിയൊക്കെ ലഭിക്കുന്നതാണ്. മേലധികാരികളുടെ പ്രീതി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് നല്ല സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ഭവിക്കുന്നതാണ്. സാമ്പത്തിക കാര്യത്തിൽ ആശ്വാസമുണ്ടാകുന്ന പല വാർത്തകളും നിങ്ങൾക്ക് ലഭിക്കാം. ചിലവുകളൊക്കെ വർദ്ധിക്കുന്ന ഒരു വർഷമാണ്. സാമ്പത്തിക കാര്യത്തിൽ ജാഗ്രത പുലർത്തുക. എത്രയേറെ കിട്ടിയാലും അതെല്ലാം നഷ്ടപ്പെട്ട വർഷാവസാനം സാമ്പത്തിക ലയബിലിറ്റി വരുത്താതിരിക്കാനായിട്ട് നല്ലതുപോലെ ഒന്ന് ജാഗ്രത പുലർത്തുക. വിജിലന്റ് ആയിരിക്കാം. കുടുംബത്തിൽ സന്തോഷം വന്നു ചേരുന്ന പല കാര്യങ്ങളും നടക്കുന്നതാണ്. കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട സന്തോഷത്തോടുകൂടി വർത്തിക്കാനായിട്ട് വിദേശികളായ ആളുകൾ നാട്ടിൽ വരികയോ ഇല്ലെങ്കിൽ നാട്ടിൽ നിന്ന് മാതാപിതാക്കളെ കൂടെ കൊണ്ടുപോയി നിർത്തുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. ആരോഗ്യകാര്യം പൊതുവെ ശ്രദ്ധിക്കുന്നത് കൊണ്ടും ഗുണപരമായ കൂടുതൽ
മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ശനീശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വർഷത്തിലൊരിക്കൽ ശബരിമല ക്ഷേത്ര ദർശനം നടത്തുന്നതും ഒക്കെ ഉത്തമമായിരിക്കും. രേവതി നക്ഷത്രത്തിൽ 2026 എന്ന് പറയുന്ന ഈ വിഷു വർഷം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ബെറ്ററായി. നേരത്തെ ഒരു വർഷം വെറുതെ കളഞ്ഞ ആളുകളുണ്ട്. കാര്യം 7.5 ശനിയാണ്, ജന്മശനിയാണ് എന്ന് പറഞ്ഞ്, സമയം മോശമാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഒരു ജോലിയും ചെയ്യാതെ വെറുതെ സമയം കളഞ്ഞ ആളുകളുണ്ട്. അവരുമൊക്കെ തങ്ങളുടെ അലസതയും മടിയും തങ്ങളുടെ മുന്നിൽ തുറന്നു വരുന്ന ആശയങ്ങളും ആവിഷ്കാരങ്ങളും ഒക്കെ പ്രയോജനപ്പെടുത്തിയാൽ, ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. കുടുംബത്തിൽ പൊതുവെ ഒരു മാനസിക സന്തോഷം അലയടിക്കുന്ന ഒരു കാലമാണ്. ദീർഘകാലമായിട്ട് നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അത് അനുകൂലമായിട്ടുള്ളൊരു വർഷമാണ് ഈ വർഷം. സാമ്പത്തിക കാര്യങ്ങൾ അല്പം ശ്രദ്ധയോട് കൈകാര്യം ചെയ്യുകയും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ അവസാനിപ്പിച്ച് സ്വന്തമായിട്ട് ആലോചിച്ച് ഉറപ്പിച്ച് തീരുമാനിച്ചെടുക്കുന്ന ബിസിനസ് രംഗത്ത് നൂതന സംരംഭങ്ങളിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നതാണ്. കർമ്മരംഗത്ത് മേലധികാരികളുടെ അനുകൂലമായ ഒരു സമീപനം സന്തോഷത്തിന് വഴിവഹിക്കുന്നതാണ്. മനസ്സിന് പൊതുവെ ആശ്വാസവും സമാധാനവും ലഭിക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്നതാണ്. വർഷാവസാന സാമ്പത്തിക വ്യയം വന്നു ചേരുന്നതാണ്. സുഹൃത്തുക്കളുമായിട്ട് യാത്രാവേളകൾ പങ്കിടുകയും ആ യാത്രാവേളകൾ മാക്സിമം നിങ്ങൾ ഉപയോഗപ്രദമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പല നേട്ടങ്ങളും നെയ്തെടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഒരു യാത്ര പോകുമ്പോൾ ആ യാത്രയിൽ നിന്നുള്ള നിങ്ങളുടെ സംസാരങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ഗുണനേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വസ്ത്ര ആഭരണ ലാഭം ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ്. മനോദുഃഖം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കുകയും ഈ വർഷാവസാനം നിങ്ങൾക്ക് പലതരത്തിലുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവയോഗ്യമായി വരുന്നതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി സാമ്പത്തികമാണെങ്കിലും ശാരീരികമാണെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത അലസതയും മടിയും മറ്റ് നിങ്ങളുടെ അശ്രദ്ധക്കുറവും മൂലം നഷ്ടങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരിക്കും വർഷാവസാനം നിങ്ങൾക്ക് വന്ന് സംഭവിക്കുന്നത്. അതില്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കലാകായിക രംഗത്തുള്ളവർക്കൊക്കെ അംഗീകാരവും പ്രശസ്തിയും ഒക്കെ കിട്ടുമെങ്കിലും അപവാദങ്ങൾക്കും കൂടെ വഴിവെക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. രോഗപീഠ വന്നു ഭവിക്കുന്നത് കൊണ്ട് ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുക. ഹൃദയ സംബന്ധമായിട്ട് രോഗങ്ങളുള്ളവരൊക്കെ നല്ല ചികിത്സ തേടുന്നത് നന്നായിരിക്കും. വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു വർഷം തന്നെയാണ് ഈ വിഷുവർഷം. എങ്കിലും അതുപോലെ തന്നെ ഒരു 60% നേട്ടങ്ങളും നിങ്ങൾക്ക് വന്നു ഭവിക്കുന്നുണ്ട്. ശനീശ്വര പ്രാർത്ഥനകൾ നടത്തുന്നതും ജാതകം പരിശോധിച്ച് ദശാകാലവും അന്തർദശാകാലവും നല്ലതുപോലെ നോക്കി അതിൽ കൂടുതൽ നേട്ടങ്ങൾക്ക് വഴിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, പ്രാർത്ഥനകൾ, പൂജാതി കർമ്മങ്ങൾ, പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളൊരു വർഷം തന്നെയായിരിക്കും 2026.